ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും ശ്രീമാത്രേ നമ. ലളിതാ സഹസ്രനാമ വ്യാഖ്യാനത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. 820 നാമം വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. 14 അധ്യായങ്ങൾ നിങ്ങൾ കേട്ട് കാണും. എല്ലാത്തിനും വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. വിഭൂതി, വിസ്താര, മാർഗ, ഭേദ, സാമരസ്യം. അപ്പൊ അതിലുള്ള നാമങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രസാദി 820, 821 നാമം മുതൽ നമ്മൾ വീണ്ടും നാമാർത്ഥങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപ ബുധാർച്ചിത പ്രസവിത്രി പ്രചണ്ഡ ആജ്ഞ പ്രതിഷ്ഠ പ്രകടാകൃതി. അപ്പൊ ബ്രഹ്മാണി ജ്ഞാനമയിയായിട്ടിരിക്കുന്നവൾ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേദം, ജ്ഞാനം അല്ലെ. ബ്രഹ്മ, 3 കാലത്തിനും മാറ്റം ഉണ്ടാകാത്തവൾ. ജനനി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അമ്മയായിട്ടിരിക്കുന്നവൾ. ബഹുരൂപ, അസംഖ്യം രൂപമുള്ളവൾ. പ്രപഞ്ചത്തിലെ എല്ലാ രൂപങ്ങളിലും അമ്മ വ്യാപിച്ചു നിൽക്കുന്നത് കൊണ്ട് ഓരോന്നും അമ്മയുടെ രൂപമാണെന്ന് പറയാം. ബുധാർച്ചിത, ബുധന്മാരാൽ അർച്ചിക്കപ്പെടുന്നവൾ. ബുധൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനി. പ്രസവിത്രി, ആ ഒരു പ്രപഞ്ചത്തെ പ്രസവിച്ചവൾ. പ്രപഞ്ചമാകെ അമ്മയിൽ നിന്നാണ് പ്രകടമായിരിക്കുന്നതെന്ന് അർത്ഥം. പ്രസിദ്ധ, പ്രസവിത്രി പ്രചണ്ഡ. പ്രചണ്ഡ എന്ന് പറഞ്ഞാല് പ്ര പ്ലസ് ചണ്ഡ, തീഷ്ണതയുള്ളവൾ. പ്ര എന്ന് പറഞ്ഞാൽ പ്രകർഷേണ, ഔചിത്യമുള്ളതും വർദ്ധിച്ചതുമായ. ചണ്ഡത എന്ന് പറഞ്ഞാൽ തീവ്രത. ഇപ്പൊ ഭൂകമ്പം, മിന്നല് ഇത്യാദികളിൽ കാണുന്ന ഒരു തീഷ്ണതയുണ്ട് അല്ലെ. അങ്ങനെ ഇരിക്കുന്നവൾ. അപ്പൊ ആ തീഷ്ണതയായിട്ടിരിക്കുന്നവൾ. ആജ്ഞ, അനുശാസിക്കുന്നവൾ. ആജ്ഞ എന്ന് പറഞ്ഞാൽ അനുശാസനം. ഋഷിമാര്, യോഗികള്, ഗുരുക്കന്മാര്, സാധകന്മാര് എന്നിവര് വഴിയാണ് സാധാരണയായിട്ട് അമ്മ അനുശാസനം നൽകാറുള്ളത്. ധർമ്മ നിയമങ്ങളാണ് ഇതെല്ലാം തന്നെ. പ്രതിഷ്ഠ, ഇപ്പൊ ലോകത്തെ സ്ഥിരമായിട്ട് നിർത്തുന്നവൾ. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഉറപ്പാർന്ന നിലനിൽപ്പ്. പ്രകടാകൃതി, പ്രകടം ആകൃതി അല്ലെ. യോഗികൾക്ക് ആകൃതി പൂണ്ട് പ്രകടമാക്കുന്നവൾ. അമ്മയ്ക്ക് പ്രത്യേക രൂപമില്ലെങ്കിലും ഭക്തനോ യോഗിക്കോ ആഗ്രഹിക്കുന്ന രൂപത്തില് അവർക്ക് മുമ്പിൽ പ്രകടമാകുന്നവൾ. ഓ ബ്രഹ്മാണി, ബ്രഹ്മശക്തി സ്വരൂപിണി. അപ്പൊ ശുംഭനിശുംഭന്മാരുമായിട്ടുള്ള യുദ്ധത്തില് ദേവിയെ സഹായിക്കുന്നതിന് എല്ലാ ദേവന്മാരും തങ്ങളുടെ ശക്തികളെ സൃഷ്ടിച്ചുവെന്ന ദേവി മഹാത്മ്യം. ഓരോ ദേവന്മാരുടെയും രൂപം, ആഭരണങ്ങള്, ആയുധങ്ങള്, അവരുടെ ബലവീര്യങ്ങൾ എന്നിവയോടുകൂടി ഉണ്ടായ ശക്തികളെ ദേവിയെ അനുചരിച്ച് യുദ്ധത്തിൽ പങ്കെടുത്തു അല്ലെ. അപ്പൊ ഹംസയുക്ത വിമാനത്തില് ജപമാല, ജലപാത്രം എന്നിവയോടുകൂടി ബ്രഹ്മാവിന്റെ പത്നിയായിരിക്കുന്ന ബ്രഹ്മാണി വന്നു എന്ന് പറയണു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ബ്രഹ്മാണിയുടെ രൂപം ധരിച്ചവളെന്നെടുക്കാം. ബ്രഹ്മത്തിന് ആണിയായിട്ടുള്ളവളെന്നെടുക്കാം. ആനന്ദമയ കോശത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു പുച്ഛ ബ്രഹ്മരൂപ എന്ന സൗഭാഗ്യ ഭാസ്കരം. അപ്പൊ ബ്രഹ്മണ അണിസ്ത എന്ന് ശ്രുതി പറയുന്നു. പുച്ഛം എന്നാല് അംശം. ആ അർത്ഥത്തില് നമുക്ക് എടുക്കാം. അപ്പൊ ബ്രഹ്മാവിനെ ജനിപ്പിച്ചവളാണെന്ന് വ്യാഖ്യാനം ഉണ്ട് അല്ലേ. അപ്പൊ ബ്രഹ്മാണി ബ്രഹ്മജനനി ബ്രഹ്മണോ ജീവനേവ വ എന്ന ദേവി പുരാണത്തിൽ പറയുന്നുണ്ട്. ബ്രഹ്മശബ്ദം കൊണ്ട് ബ്രഹ്മാവിനെ കുറിക്കുന്നുവെന്നും ബ്രഹ്മപത്നി ബ്രഹ്മാണിയാണെന്നും നമുക്ക് എടുക്കാം. ബ്രഹ്മ, അടുത്ത 822 നാമാണ് ബ്രഹ്മ. ഇപ്പൊ മുക്തന്മാർക്ക് മാത്രം പ്രാപിക്കാവുന്നതും സ്വാത്മാവിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതുമായിരിക്കുന്ന ജ്ഞാനമാണ് ബ്രഹ്മശബ്ദത്താൽ സൂചിതമാകുന്നത്. അപ്പൊ വാക്കുകൊണ്ട് അറിയാനാകാത്തതും ഭേദചിന്തയ്ക്ക് വക നൽകാത്തതും സത്താമാത്ര സ്വരൂപമായിരിക്കുന്ന ജ്ഞാനം സ്വയം അറിയുന്ന അന്തർമുഖമായ അന്തർമുഖത ആത്മാവിന് ഉണ്ടാകുമ്പോഴാണ് ആത്മാവ് മുക്തമാകുന്നത്. അപ്പോ ആത്മാവിന് പരമാത്മാവിൽ നിന്ന് വ്യത്യാസമല്ല. ആത്മാവെന്ന് പറയുന്ന രണ്ടും പരമാത്മാവും ഒന്ന് തന്നെയാണ്. ഈ അറിവ് വേദാന്താദികളുടെ പാരായണം കൊണ്ടോ യുക്തിപൂർവമായിരിക്കുന്ന ചിന്ത കൊണ്ടോ മനനം കൊണ്ടോ ലഭിക്കേണ്ടതല്ല. ആവരണം ചെയ്യുന്ന അവിദ്യ ബന്ധം അകലുമ്പോ സ്വയം ഉണ്ടാകേണ്ടതാണ്. ഇപ്പൊ ജ്യോതി സ്വരൂപമായിരിക്കുന്ന ആ ജ്ഞാനത്തെയാണ് ബ്രഹ്മശബ്ദം കുറിക്കുന്നത്. അപ്പൊ ഭേദത്തെ നശിപ്പിക്കുന്നതും എന്ന വാക്കിന് അതീതവും മാത്രവുമായിരിക്കുന്ന ആത്മാവ് കൊണ്ട് അനുഭവിക്കേണ്ടതായ ജ്ഞാനമാണ് ബ്രഹ്മം. അത് വിഷ്ണു പുരാണം പറയണു. അടുത്തത് ജനനി, സർവപ്രപഞ്ചത്തെയും ജനിപ്പിച്ചവളാണ് ദേവി. നമുക്കറിയാം 822, 823 നാമങ്ങൾ ചേർന്ന് ബ്രഹ്മജനനി എന്ന ഒറ്റ പദമാണ്. അങ്ങനെ എടുക്കണമെന്ന അഭിപ്രായമുണ്ട്. അപ്പൊ ബ്രഹ്മാവിന് ജനനിയായിട്ടുള്ളവൾ എന്നും ബ്രഹ്മത്തിന് ജനനിയായിട്ടുള്ളവളെന്നും വ്യാഖ്യാനം. അപ്പോ നാമസംഖ്യയിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് സർവാന്തർയാമിനി എന്നുള്ള ആ പദത്തെ സർവ എന്നും അന്തർയാമിനി എന്നും രണ്ടായിട്ട് പിരിക്കുന്നുണ്ട്. അപ്പൊ സാധാരണയായിട്ട്
പാഠം അനുസരിച്ച് സർവാന്തർയാമിനി എന്ന നാമമായിട്ടും ബ്രഹ്മജനനി എന്നിവ 2 നാമമായിട്ടാണ് സ്വീകരിക്കാറുള്ളത്. ബഹുരൂപ, അനേകം രൂപങ്ങളെ സ്വീകരിച്ചവൾ. അരൂപയും പരബ്രഹ്മ സ്വരൂപിണിയുമാണെങ്കിലും പല കാര്യങ്ങൾക്കായിട്ട് ദേവി പല രൂപത്തിൽ അവതരിച്ചതായിട്ട് പുരാണങ്ങൾ പറയുന്നുണ്ട്. മഹിഷൻ, ശുംഭ നിശുംഭന്മാര്, ഭണ്ഡാസുരൻ തുടങ്ങിയ ആ ഒരു ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിനായിട്ടും ഭക്തരെ അനുഗ്രഹിക്കുന്നതിനായിട്ടും ദേവി വിവിധ രൂപങ്ങൾ ധരിച്ചു. ഇപ്പൊ പരാശക്തിയായിരിക്കുന്ന ദേവി തന്നെയാണ് ചരാചര രൂപമായ പ്രപഞ്ചമായിട്ട് പ്രത്യക്ഷപ്പെടുന്നതെന്നർത്ഥം. അപ്പൊ അനന്തമായ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ ഘടകം തൊട്ട് പ്രപഞ്ച ഘടകങ്ങളായിരിക്കുന്ന ഭൂമി തുടങ്ങിയത് വരെയുള്ള എല്ലാം ദേവിയുടെ തന്നെ രൂപഭേദങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ബഹുരൂപ എന്ന് ദേവിക്ക് പേര്. ഇപ്പൊ ശബ്ദബ്രഹ്മ രൂപമായിട്ട് സ്വരങ്ങളും വ്യഞ്ജനങ്ങളുമായിട്ട് പരിണമിച്ചവളാണ് ദേവി. സ്വരങ്ങളും വ്യഞ്ജനങ്ങളും വ്യഞ്ജന സമൂഹങ്ങളും സ്വരമായിട്ട് ചേർന്ന് അക്ഷര സംഘാതങ്ങളായിട്ടും അക്ഷരങ്ങൾ ചേർന്ന് പദങ്ങളായിട്ടും വാക്യങ്ങളായിട്ടും ശബ്ദബ്രഹ്മം എന്നുള്ളത് വിവിധ ഭാഷകൾ സ്വീകരിക്കുന്ന ആ രൂപവൈവിധ്യം അത് കണക്കാക്കാൻ അസാധ്യമായ വണ്ണം വലുതാണ്, അല്ലെ, വിപുലമാണ്. ഇപ്പൊ എല്ലാ വർണ്ണരൂപങ്ങളും ദേവീ രൂപമായതുകൊണ്ട് ഈ അർത്ഥത്തിൽ ദേവിക്ക് ബഹുരൂപ. അപ്പോ അനേക സഹസ്രം രുദ്രഭക്തിമാരുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും വ്യാഖ്യാനമുണ്ട്. അപ്പോ രൗദ്രി, താമസി, ശക്തി, ചാമുണ്ട, അല്ലെ, ഇങ്ങനെയുള്ള പല പേരുകളില് ദേവി ഈ ബ്രഹ്മശക്തി തന്നെയാണ് ഇരിക്കണമെന്നും പറയുന്നു. ബുധാർച്ചിത, ബുധന്മാരാല് അർച്ചിക്കുന്നവൾ, അർച്ചിക്കപ്പെടേണ്ടവൾ. ഇപ്പൊ ബുധന്മാരെന്ന് പറഞ്ഞാൽ ജ്ഞാനികള്. ജ്ഞാനിയുടെ ആരാധന തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് ഭഗവാൻ ഗീതയിൽ അരുളി ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രകൃതത്തിനും അത് യോജിക്കുന്നുണ്ട്, അല്ലേ? ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, ചതുർവിധ ഭജന്തേ മാം ജന എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, ഇല്ലേ? ഉപാസകന്മാര് 4 തരത്തിലുള്ളവരാണ്. അവരും എന്നെ പ്രാർത്ഥിക്കുന്നു. ഒരാൾ ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. ഈ 4ആയിട്ട് തിരിച്ചു. ഇതില് ഈ ഭക്തന്മാരെ 4 എന്താ പറയാ ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ 4 വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അവരെല്ലാം ഉത്തമന്മാരാണ്. പക്ഷെ ഫലേച്ഛയില്ലാതെ ഈശ്വരനെ ഭജിക്കുന്ന ആളാണ് ജ്ഞാനി. അവരാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു ജ്ഞാനിയായിരിക്കുന്ന ഉപാസകനെ ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അസംഖ്യം ജന്മങ്ങളുടെ അവസാനത്തിൽ ജ്ഞാനം ലഭിച്ച് അന്തർയാമിയായിരിക്കുന്ന ആത്മാവ് തന്നെയാണ് താനെന്നറിഞ്ഞ് ഈശ്വരനെ പ്രാപിക്കുന്ന ജ്ഞാനിയായിരിക്കുന്ന ഉപാസകൻ വളരെ ദുർലഭനാണ്. ഇപ്പൊ ഗീതയില് ഭഗവാൻ വിവരിച്ച ജ്ഞാനികളാൽ ഉപാസിതയായവൾ. പ്രസവിത്രി, ബ്രഹ്മാവ് തുടങ്ങിയ അണുപര്യന്തമായിരിക്കുന്ന എല്ലാറ്റിനെയും പ്രസവിച്ചവൾ, എല്ലാറ്റിന്റെയും അമ്മയായിട്ടിരിക്കുന്നവൾ പ്രസവിത്രി. പ്രചണ്ഡ എന്ന് പറഞ്ഞാൽ കോപമുള്ളവൾ. ഇപ്പൊ മഹിഷൻ, ശുംഭൻ തുടങ്ങിയവരെ വധിക്കുന്നതിന് വേണ്ടി കോപം കൈക്കൊണ്ട് ഭയങ്കര രൂപം ധരിച്ചവളാണ് ദേവി, അല്ലെ? ഇപ്പൊ കോപശീലരായിരിക്കുന്ന ആ ഒരു എന്താ പറയാ ദൂതന്മാരോട് കൂടിയവളെന്നും വ്യാഖ്യാനം. വായു, അഗ്നി തുടങ്ങിയ കോപശീലരായിരിക്കുന്ന പ്രപഞ്ച കാര്യകർത്താക്കളോട് കൂടിയവൾ. അപ്പോ എന്താ പറയാ ആ ഒരു ഉഗ്രമായിരിക്കുന്ന പ്രതാപശീലമുള്ളവൾ, അതാണ് പ്രചണ്ഡ. ആജ്ഞ എന്ന് പറഞ്ഞാല് വേദരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ, ആജ്ഞാവേദോ. അപ്പൊ ഈ എന്താ പറയാ ശിവന്റെ ഇച്ഛാരൂപത്തിലുള്ളവൾ, അല്ലെ? അങ്ങനെയും നമുക്ക് എടുക്കാം. അപ്പോ ആജ്ഞ, പ്രതിഷ്ഠ. അപ്പൊ സർവ്വ ജഗത്തും ദേവിയിൽ പ്രതിഷ്ഠമായതുകൊണ്ട് ദേവിക്ക് പ്രതിഷ്ഠ എന്നുള്ള നാമം. അപ്പോ ഈ പദത്തില് 4 അക്ഷരമുള്ള ഛന്ദസ്, അതായത് പ്രതിഷ്ഠ എന്നുള്ള 4 അക്ഷരമുള്ള ഛന്ദസ്സിന് പ്രതിഷ്ഠ എന്ന പേരുണ്ട്. ആ ഛന്ദസ്സിന്റെ രൂപം ധരിച്ചവൾ എന്നെടുക്കാം. പ്രതിഷ്ഠ എന്ന പദം ഭൂമിയെ കുറിക്കുന്നുണ്ട്. ആ ഭൂരൂപത്തിലെ സ്ഥാവര ജംഗമങ്ങൾക്ക് ആധാരമായിട്ടിരിക്കുന്നവൾ എന്ന് പറയാം. പ്രതിഷ്ഠ ശബ്ദത്തിന് കീർത്തി എന്നും അർത്ഥമുണ്ട്. കീർത്തി രൂപത്തിൽ വ്യാപരിക്കുന്നവൾ എന്നും നമുക്ക് എടുക്കാം. ഇപ്പൊ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. അപ്പോ പ്രതിഷ്ഠ സർവവസ്തൂനാം പ്രജ്ഞൈഷ പരമശക്തി എന്ന് ബ്രഹ്മഗീത പറയുന്നുണ്ട്. അപ്പൊ എല്ലാത്തിലും ശക്തിയായിട്ട് വിളങ്ങുന്നവൾ, പ്രകടാകൃതി, ഇപ്പൊ സ്പഷ്ടമായിരിക്കുന്ന ആകൃതിയുള്ളവൾ. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും ആ ഒരു പ്രവർത്തനങ്ങളിലും സർവദാ വ്യാപ്തമായിരിക്കുന്ന ദേവീ ചൈതന്യം കാണാൻ ആർക്കും കഴിയും, ഇല്ലേ? അത് കാണാനുള്ള കണ്ണുണ്ടെങ്കിലും അധികം പേരും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം.
ഇപ്പൊ കാണാതിരിക്കുന്നത് ദേവിയുടെ തന്നെ മായാശക്തിയുടെ പ്രകടനം കൊണ്ടാണ്, ഇല്ലേ? അതിനെ മറച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് തന്നിൽ തന്നെയും തന്റെ ചുറ്റും നിരന്തരമായി അനേക കോടി രൂപങ്ങളിലും ആ ഒരു വ്യാപാരങ്ങളിലും പ്രകടമായി കൊണ്ടിരിക്കുന്നത്. ദേവിയുടെ ആകൃതി ഭേദങ്ങള് പ്രത്യക്ഷമാണെങ്കിലും മനുഷ്യനത് ശ്രദ്ധിക്കാറില്ല. അപ്പൊ അയാൾക്ക് മായാവലയം നീങ്ങുമ്പോൾ മാത്രമാണ് ദേവിയുടെ ആകൃതി മാംസചക്ഷുസ് കൊണ്ടോ അന്തർനേത്രം കൊണ്ടോ കാണാൻ കഴിയുന്നത്. അപ്പോ എന്താ പറയാ, ആ ഒരു ശ്രീചക്രത്തിന്റെ പ്രഥമ ആവരണമായിരിക്കുന്ന ത്രൈലോക്യമോഹന ചക്രത്തില് പ്രകടയോഗിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും നമുക്ക് എടുക്കാം. അപ്രകട എന്ന പദച്ഛേദം, അങ്ങനെ പദം മുറിച്ചാൽ രഹസ്യ രൂപിണി എന്നാണ് അർത്ഥം. ഇപ്പൊ പ്രകട എന്ന് തന്നെയാണ് എന്താ പറയാ പാഠം. പ്രാണേശ്വരി, അടുത്ത നാമങ്ങള് പ്രാണേശ്വരി, പ്രാണദാത്രി, പഞ്ചാശത്പീഠ രൂപിണി, വിശൃംഖല, വിവിക്തസ്ഥ, വീരമാത, വിയത് പ്രസു. അപ്പൊ പ്രാണേശ്വരി, പ്രാണവ്യവസ്ഥയ്ക്ക് ഈശ്വരിയായിട്ടിരിക്കുന്നവൾ. പ്രാണദാത്രി, ഇത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്, ആ ഒരു പ്രപഞ്ചത്തിലെ പ്രാണോർജത്തെ നൽകുന്നവൾ. പഞ്ചാശത്പീഠ രൂപിണി, പഞ്ചാശത് പീഠരൂപിണി, 50 പീഠങ്ങളുടെ രൂപമായിട്ടിരിക്കുന്നവൾ. കാ ഖ എന്നിങ്ങനെയുള്ള 50 അക്ഷരങ്ങളുടെ പീഠത്തിൽ വസിക്കുന്നവൾ. ഇപ്പൊ ക്ഷ എന്ന 51ാമത്തെ അക്ഷരം, ഇല്ലേ? കായും ക്ഷായും കൂടെ ചേർന്നതുകൊണ്ട് അത് ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം കായും ഷായും നേരത്തെ വന്നു കഴിഞ്ഞതുകൊണ്ട്. അപ്പൊ അക്ഷരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ ശക്തിയുടെ ആധാരം ദേവിയാണെന്ന് അർത്ഥം. 51 ശക്തിപീഠങ്ങളാണ്. ഓരോ അക്ഷരവും പ്രാണശക്തിയെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. വിശൃംഖല എന്ന് പറഞ്ഞാൽ ശൃംഖല, ഭക്തന്മാരെ ചങ്ങലയിൽ നിന്ന്, അതായത് ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ. ശൃംഖല എന്ന് പറഞ്ഞാൽ ചങ്ങല, പൊട്ടിച്ചു കളയുന്നത്. വികർഷേണ, അപ്പൊ ആകർഷണം ഇൻറ്റു വികർഷണം, അല്ലെ? അപ്പൊ ആകർഷണം എന്ന് പറഞ്ഞാൽ ഒത്തുചേരൽ, വികർഷണം എന്ന് പറഞ്ഞാൽ വേറെയാക്കൽ. വിവിക്തസ്ഥ, വിവിക്ത എന്ന് പറഞ്ഞാല് ഏകാഗിയായി സ്ഥിതി ചെയ്യുന്നവൾ. വിവിക്തം എന്ന് പറഞ്ഞാല് ഏകാന്തമായ. ഇപ്പൊ അമ്മയെ പോലെ മറ്റാരുമില്ല, അല്ലെ? അമ്മ എപ്പോഴും എന്താണ്? തനിച്ച് ഏകാഗിയായിട്ടിരിക്കാനാണ് അമ്മയ്ക്ക് ഇഷ്ടം, ഇല്ലേ? നമ്മളെല്ലാം തന്നെ അമ്മയെ പ്രാർത്ഥിക്കുമ്പോഴാണ് അമ്മ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടാണ് അമ്മയുടെ നിഷ്കള രൂപം, കലകളില്ലാതെ. അമ്മയ്ക്ക് ഏകാന്തമായിട്ട് അമ്മ ആരെ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വന്തം പതിയായിരിക്കുന്ന ഭഗവാൻ പരമശിവനെ, അല്ലെ? വീരമാത, വീരഭാവത്തിന് ആധാരമായിട്ടിരിക്കുന്നവൾ. ധൈര്യവും വീര്യവും അമ്മയുടെ കാരുണ്യത്തിൽ നിന്നാണ് വരുന്നത്. വിയത് പ്രസു എന്ന് പറഞ്ഞാല് അന്തരീക്ഷത്തെ സൃഷ്ടിച്ചവൾ. വിയത് എന്ന് പറഞ്ഞാല് ആകാശം അല്ലെങ്കിൽ അന്തരീക്ഷം, അല്ലെ? പ്രസു എന്ന് പറഞ്ഞാൽ പ്രസവിച്ചവൾ, സൃഷ്ടിച്ചവൾ. അപ്പോ പ്രാണേശ്വരി, പ്രാണദാത്രി, പഞ്ചാശത്പീഠ രൂപിണി, പ്രാണങ്ങൾക്ക് ഈശ്വരിയായിട്ടിരിക്കുന്നവൾ. പ്രാണനെ നമ്മൾ കണ്ടു, പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ, പഞ്ചവായുക്കളെ കുറിക്കുന്നു. അപ്പൊ ആ ഒരു ജീവൻ, ശരീരത്തിനുള്ളിലെ ജീവൻ നിലനിൽക്കുന്നത് ഈ വായുക്കളുടെ പ്രവർത്തനം മൂലമാണ്. ജീവികളുടെ നിലനിൽപ്പിന് ആധാരമായ പ്രാണങ്ങൾക്ക് അധിഷ്ഠാത്രിയായിട്ടിരിക്കുന്നവൾ. പ്രാണശബ്ദം എന്ന് പറഞ്ഞാല് പരമാത്മാവെന്ന അർത്ഥത്തിലും പ്രയോഗമുണ്ട്. പരമാത്മ രൂപത്തില് ആ ഒരു ഈശ്വരിയായിട്ടിരിക്കുന്നവൾ, സ്ഥിതി ചെയ്യുന്നവൾ, ഇല്ലേ? ഇപ്പൊ ശക്തി, പരാക്രമം എന്നിവയും ആ ഒരു പ്രാണശബ്ദം കുറിക്കുന്നുണ്ട്. ഈ അർത്ഥത്തിൽ ശക്തിയും പരാക്രമത്തിനും അധീശ്വരിയായിട്ടിരിക്കുന്നവൾ. അപ്പോ എന്താ പറയാ, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാത്രി ആയതുകൊണ്ട് പ്രാണേശ്വരി. പ്രാണദാത്രി, പ്രാണങ്ങളെ ദാനം ചെയ്യുന്നവൾ. നമ്മൾ മുൻ നാമത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ പ്രാണശബ്ദത്തിന് പറഞ്ഞ അർത്ഥങ്ങളെല്ലാം ഇവിടെ യോജിക്കും. പഞ്ചാശത്പീഠ രൂപിണി, 50 പീഠങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. പഞ്ചാശത്ത് എന്ന് പറയുന്ന പദത്തിന് 50 എന്നാണ് അർത്ഥമെങ്കിലും ഇവിടെ 51 എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. ഭൂമിയില് വാരാണസി, നേപ്പാൾ, കേദാരം, ഉജ്ജയിനി, പ്രയാഗ, കാമകോടി തുടങ്ങി 51 ദേവീപീഠങ്ങളാണ് പറയാറുള്ളത്. ഈ പീഠങ്ങളിൽ ദേവിയുടെ വിശേഷ സാന്നിധ്യം എല്ലായ്പ്പോഴും ഉള്ളത് കൊണ്ട് അവയെ നമ്മൾ ശക്തിപീഠങ്ങൾ എന്ന് പറയുന്നു. ആ പീഠങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ദേവി തന്നെയാണ്. അകാരം തൊട്ട് ക്ഷകാരം വരെയുള്ള 51, ക്ഷ ഒഴിവാക്കിയത് 50 എന്നും പറയാം. അക്ഷരങ്ങളാണ് ദേവിയുടെ പീഠങ്ങളെന്നും ശബ്ദബ്രഹ്മമയായിരിക്കുന്ന ദേവി ഈ പീഠങ്ങളില് മാതൃകാവർണ്ണ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ദേവി ഉപാസകനെ സംബന്ധിച്ച് അവന്റെ ഉള്ളിൽ തന്നെയാണ് ഈ 51 ശക്തിപീഠവും. മൂലാധാരം മുതൽ
ആജ്ഞാചക്രം വരെയുള്ള ഹം ഷം വരെയുള്ള അക്ഷരങ്ങൾ ആ പീഠങ്ങളില് ദേവി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണ് മൂലാധാരത്തിൽ കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ഈ അക്ഷര സ്വരൂപിണിയായിരിക്കണ ഈ അക്ഷരങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഓരോ പെറ്റൽസ് അല്ലെ, അതിന് ഓരോ അക്ഷരങ്ങളാണ്. അപ്പം 4, 6, 10, 12, 16, 2, 51. അപ്പൊ ഈ അക്ഷരങ്ങളെ എല്ലാം നമ്മൾ ജപിക്കുമ്പോൾ ഈ ഓരോ ദേവതയും ജപിക്കുമ്പോൾ തന്നെ അതെല്ലാം ആക്ടിവേറ്റ് ആവുകയാണ്. അപ്പൊ അവിടെ ഈ പീഠങ്ങളെല്ലാം പുറത്തല്ല, പുറത്ത് കാണുന്നതിൽ തെറ്റില്ല. എങ്കിലും ഒരു ഉപാസകൻ, ശ്രീവിദ്യ ഉപാസകൻ ദേവിയെ അറിയാനായിട്ട്, ദേവിയെ ഉണർത്തി തന്റെ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലിരിക്കുന്ന സദാശിവനുമായിട്ട് ചേർക്കണമെങ്കിൽ ഈ പീഠങ്ങളെ നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ കാണണം. വിശൃംഖല, ചങ്ങല ഇല്ലാത്തവൾ എന്ന പദാർത്ഥമുണ്ട്. പക്ഷെ ശൃംഖല ശബ്ദം കൊണ്ട് കർമാദികളായിരിക്കുന്ന ബന്ധങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ ദേവിക്ക് ബന്ധാദികൾ ഇല്ല എന്നതുകൊണ്ട് കർമ്മബന്ധങ്ങളെ ഇല്ലാതാക്കുന്നവളെന്ന് പറയാം. അപ്പൊ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? വാസനകൾ അല്ലെ? ആ വാസനകൾ കൊണ്ട് ഒരു ജീവനെ ബന്ധിച്ച് പ്രപഞ്ചസ്ഥിതി, അതായത് നിർവഹിക്കുന്ന വിശേഷപ്പെട്ട ശൃംഖലയാണ് ദേവി എന്ന് പറയാം. അപ്പൊ ശൃംഖല ശബ്ദം അരഞ്ഞാണിനെ കുറിക്കുന്നുവെന്നും ശൃംഖല ഇല്ലാത്തവൾ എന്ന പ്രയോഗം കൊണ്ട് ആ ഒരു കടിവസ്ത്ര ബന്ധമായിരിക്കുന്ന അരഞ്ഞാൺ ഇല്ലാത്തതെന്നും അതിൽ നിന്ന് എന്താ പറയാ പൂർണ്ണമായി പുറത്തു വന്നവളെന്നും അർത്ഥമുണ്ട്. അങ്ങനെ കൽപ്പിക്കാമെന്ന് വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. ഇവിടെ ആ ഒരു പൂർണ്ണമായിരിക്കുന്ന ഇല്ലായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിരസ്കരണി എന്ന് പറയുന്ന ദേവി മൂർത്തിയെ കുറിക്കുകയാണ്. അപ്പൊ ഈ നഗ്നമായ രീതിയിൽ ദേവിയെ ആരാധിക്കുന്ന സമ്പ്രദായം ഈ കേരളത്തിൽ അല്ല, ഈ ഭാരതത്തിലുണ്ട്. അപ്പൊ അങ്ങനെ വിശൃംഖല എന്ന് പറഞ്ഞാല് ഈ രീതിയിലെല്ലാം ഈ ഒരു നാമത്തെ വ്യാഖ്യാനിക്കാം. അപ്പൊ ദേവിയുടെ തിരസ്കരണി ഇല്ലേ, അമ്മ ഒരു കർട്ടൻ, അവിദ്യയാകുന്ന കർട്ടൻ ഇട്ടത് കൊണ്ടാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം നമുക്ക് അറിയാൻ കഴിയാത്തത്. വിവിക്തസ്ഥ, വിജനമായ ഏകാന്ത സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നവൾ. വിവിക്തൗ പുത്ര വിജന എന്ന് നിർവചനമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പൂതവും വിജനവുമായിരിക്കുന്ന സ്ഥലം വിവിക്തം, പവിത്രമായ സ്ഥലം. ഇപ്പൊ ജനവാസമുള്ളത് ആയാലും വിവിക്തം എന്നായാലും വിവിക്തമാണെന്നും രണ്ടഭിപ്രായമുണ്ട്. പവിത്ര പ്രദേശങ്ങളിൽ, അതായത് ശുദ്ധ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ. വിവിക്ത ശബ്ദം ആത്മാവ് അല്ലേ, ആ ഒരു ആത്മാവായിരിക്കുന്ന ആത്മന വിവേകമുള്ള ജ്ഞാനികളായിരിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയത്തെയാണ് അത് കുറിക്കുന്നതെന്നും പക്ഷമുണ്ട്. അതാണ് ശരിക്കുള്ള അർത്ഥം. അവരുടെ ഹൃദയങ്ങളില് ദേവിക്കല്ലാതെ മറ്റൊന്നിന് സ്ഥാനമില്ല അല്ലെ. അവിടെ പവിത്രം, വിജനം എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ചിന്തകളൊന്നുമില്ലാതെ, ചിന്തകൾ ഒടുങ്ങിയ സ്ഥലം. നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ചിന്തകളാണ് പലതിനെ കുറിച്ചും. അവർക്കോ ദേവിയെ മാത്രം. അപ്പൊ അവരുടെ മനസ്സില്, ശുദ്ധമായിരിക്കുന്ന മനസ്സില്, വിജനമായിരിക്കുന്ന മനസ്സില് ദേവിയല്ലാതെ വേറെ ഒന്നുമില്ല. അമ്മയ്ക്ക് അവിടെ ഇരിക്കാനാണ് ഏറ്റവും ഇഷ്ടവും അല്ലെ. അപ്പൊ ആ പവിത്രവും വിജനവും എന്ന വ്യാഖ്യാനം വളരെ യോജിക്കും. വിവേകികളായിരിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയത്തില് സ്ഥിതി ചെയ്യുന്നവൾ. വീരമാത, ഇപ്പൊ വീരമാത എന്ന് പറഞ്ഞാല് വീരന്മാർക്ക് അമ്മയായിട്ടുള്ളവൾ. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ധൈര്യശാലിയായ യോദ്ധാവ് അല്ലെ. വീരശബ്ദത്തിന് അർത്ഥം യുദ്ധത്തിൽ ആ ഒരു പിന്മടങ്ങാതെ നേരിട്ട് പൊരുതി മരിക്കുന്നവരെ ആ ഒരു പുത്രസദൃശ്യം സ്നേഹിക്കുന്നവൾ. യുദ്ധത്തിന്റെ അധിഷ്ഠാത്ര ദേവതയായിരുന്ന ദേവിയെ നമുക്ക് കാണണം. ദുർഗയാണ് യുദ്ധദേവത അല്ലെ. അപ്പൊ നടന്മാരെ കുറിക്കാനും വീരശബ്ദം പറയാറുണ്ട്. അപ്പോ അഭിനയ വിദഗ്ധരായിരിക്കുന്ന നടന്മാർക്ക് മാതാവായവൾ. ഇവിടെ നടൻ എന്നതുകൊണ്ട് എല്ലാ കലാകാരന്മാരെയും കുറിക്കുന്നുണ്ട്. അപ്പൊ കലാകാരന്മാർക്ക് മാതാവായിട്ടിരിക്കുന്നവൾ, കലകൾക്ക് ദേവതയായിട്ടിരിക്കുന്നവൾ. ഇനി അഗ്നി എന്നും വീരശബ്ദത്തിന് അർത്ഥമുണ്ട്. ഇപ്പൊ സർവദാഹകമായത്, ജ്യോതി സ്വരൂപത്തിലുള്ളത് അല്ലെ, വിശ്വമാകെ വ്യാപിച്ചിരിക്കുന്ന അഗ്നിയെ ജനിപ്പിച്ചവളെന്നും ഇതിന് അർത്ഥമെടുക്കുന്നുണ്ട്. വീരശബ്ദം വിഷ്ണുവിനെ കുറിക്കുന്നുണ്ട്. മൂർത്തിത്രയത്തിനും അമ്മയായിട്ടുള്ളവൾ എന്ന് ഈ അർത്ഥം പറയുന്നുണ്ട്. മഹാഭാരത കഥയിലെ പ്രസിദ്ധമായിരിക്കുന്ന ഭീഷ്മരെ കുറിക്കാനും വീരശബ്ദം പ്രയോഗിക്കുന്നു. ഭീഷ്മര് ഗംഗാപുത്രനാണ്. ഭീഷ്മരുടെ അമ്മ എന്നതുകൊണ്ട് ഗംഗാരൂപിണി എന്ന് വ്യാഖ്യാനമുണ്ട്. സർവ പാപഹരയായിരിക്കുന്ന ഗംഗാ നദിയുടെ രൂപത്തില് ആ ഒരു സ്ഥിതി ചെയ്യുന്നവൾ. വീരഭദ്രൻ എന്ന ഗണനായകൻ, വീരൻ എന്ന പേരാണ്. വീരഭദ്രനെ ഗൗരീദേവി സ്വപുത്രനായിട്ട് സ്വീകരിച്ചുവെന്നും ആ പക്ഷത്തില് ദേവിക്ക് വീരമാതാവെന്നും പറയാം. വിയത് പ്രസു, ആകാശത്തെ പ്രസവിച്ചവൾ അല്ലെങ്കിൽ സൃഷ്ടിച്ചവൾ ഇല്ലേ.
ആത്മന ആകാശ സംഭൂത എന്ന് തൈത്തേരീയ ഉപനിഷത്ത് പറയുന്നുണ്ട്. അപ്പോ പഞ്ചഭൂതങ്ങളില് മറ്റു 4നും ആധാരം ആകാശമാണ്. ഇപ്പൊ ബ്രഹ്മചൈതന്യത്തിന്റെ ആദ്യത്തെ ആവിഷ്കാരം എന്ന് പറയുന്നത് ആകാശമാണ്. അപ്പൊ ഇതിൽ നിന്നാണ് മറ്റു ഭൂതങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മറ്റു 4 ഭൂതങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളാണ്. ആകാശം എന്ന് പറഞ്ഞാല് സർവവ്യാപ്തമാണെങ്കിലും ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാൻ ആകാത്തതാണ്. അപ്പൊ ആകാശത്തെ പ്രസവിച്ചവൾ എന്ന നാമം ഉദ്ദേശിക്കുമ്പോൾ മറ്റു 4 ഭൂതങ്ങളും പഞ്ചഭൂതാത്മകമായിരിക്കുന്ന പ്രപഞ്ചവും ദേവിയിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലാക്കണം. അടുത്ത നാമങ്ങള് മുകുന്ദ, മുക്തിനിലയ, മൂലവിഗ്രഹ രൂപിണി, ഭാവജ്ഞ, ഭവരോഗഘ്നി, ഭവചക്ര പ്രവർത്തിനി. ഇപ്പൊ മുകുന്ദ മുക്തി നൽകുന്നവൾ. മുകുൻ പ്ലസ് ദ എന്ന് പറഞ്ഞാൽ നൽകുക, മോക്ഷം നൽകുന്നവൾ അല്ലെ. മുകുന്ദ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്, ശ്രീകൃഷ്ണൻ എന്നാണ് അർത്ഥം. മുകുന്ദ സ്ത്രീലിംഗം, മുകുന്ദൻ പുല്ലിംഗം. അപ്പോ മുകുന്ദ എന്ന് പറഞ്ഞാല് ദേവി. മുക്തി നിലയ, മുക്തിയിൽ വസിക്കുന്നവൾ. മുക്തി നിലയ, മുക്തിയുടെ നിലയമായിട്ടിരിക്കുന്നവൾ. മൂലവിഗ്രഹ രൂപിണി, മൂല സങ്കല്പങ്ങളുടെ രൂപമുള്ളവൾ. ഇപ്പൊ ക്ഷേത്രാരാധനയിൽ 4 സങ്കല്പങ്ങളുണ്ട്. ഒന്ന് മൂലസങ്കല്പം, പരബ്രഹ്മത്തിന്റെ പ്രതീകങ്ങള്. ഉദാഹരണം ശിവലിംഗം, വിഷ്ണു രൂപം, ദേവി രൂപം, ഗണേശ രൂപം, ശാസ്ത്ര രൂപമൊക്കെ. 2 ഗുരുസങ്കല്പം, അവതാരമൂർത്തികളായിരിക്കുന്ന ഗുരുക്കന്മാരുടെ രൂപം. ഉദാഹരണത്തിന് ശ്രീകൃഷ്ണൻ, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ. 3 മിശ്രം, ഉദാഹരണം വിഷ്ണു, കൃഷ്ണൻ, ശിവൻ, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, അയ്യപ്പൻ. 4 മിഥ്യാശ്രയം, ഉദാഹരണത്തിന് രക്ഷസ്, മറുത. ഇതിൽ മൂലസങ്കല്പമാണ് ദേവിയുടേത്. ഭാവജ്ഞ, അതായത് എല്ലാ ജീവജാലങ്ങളുടെയും ആ ഒരു അന്തരങ്ങളെ അറിയുന്നവൾ. ഭാവം എന്ന് പറഞ്ഞാല് ആന്തരഘടന, മാനസിക ബൗദ്ധിക ഘടന. എന്ന് പറഞ്ഞാൽ അറിയുന്നവൾ. ഭവരോഗഘ്നി, ഭവരോഗത്തെ ഇല്ലായ്മ ചെയ്യുന്നവൾ. ഭവരോഗം എന്താണ്? വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഭവം എന്ന് പറഞ്ഞാൽ ഭവിക്കുക, ജനിക്കുക. ഘ്നി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നവൾ. ഭവചക്ര പ്രവർത്തിനി, ഭവചക്രത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവളാണ് അല്ലേ. ദേവിക്ക് അതൊരു ലീലയാണ്. ഭവചക്രം എന്ന് പറഞ്ഞാൽ സംസാര ചക്രം, ജനന മരണ ചക്രം തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ ആ ഒരു മുക്തിയെ പ്രദാനം ചെയ്യുന്നവളാണ് മുകുന്ദ അല്ലെ. മുക്തിയെ കൊടുക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ മുകുന്ദ പദം വിഷ്ണുവിനെ കുറിക്കുന്നു. വിഷ്ണു രൂപമായിട്ട് ഇരിക്കുന്നവൾ. അപ്പൊ ആ ഒരു കൃഷ്ണരൂപം ധരിച്ച ലളിതാദേവി ഒരിക്കല് തന്റെ വേണുനാദം കൊണ്ട് ജഗത്തിനെ ആകെ വിവശമാക്കിയെന്നും ഗോപികമാരെന്ന സംജ്ഞ തന്റെ ശക്തികളിൽ ആവൃതമായെന്നും വിനോദത്തിനായിട്ട് സ്വന്തം ശരീരത്തെ ആറാക്കിയെന്നും വിവരിക്കുന്നുണ്ട്. അപ്പൊ ലളിതാദേവി തന്നെയാണ് കൃഷ്ണനെന്നും രണ്ടുപേരും ഒന്ന് തന്നെയാണെന്ന് സാരം. കുബേരന്റെ നവനിധികളിൽ ഒന്നിനെ മുകുന്ദ ശബ്ദം കുറിക്കുന്നുണ്ട്. ആ രൂപം ധരിച്ചവൾ. മുക്തി നിലയ, സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം, അവസാനം നിർവാണം ഇല്ല. ഇങ്ങനെ 5 വിധമായിട്ടുള്ള മുക്തിക്ക് ആ ഒരു എന്താ പറയാ ആകാരമായിട്ടിരിക്കുന്നവൾ, മുക്തി നൽകുന്നവൾ. മൂലവിഗ്രഹ രൂപിണി, ദേവിക്ക് പല രൂപങ്ങളും വിഗ്രഹങ്ങളും ഉണ്ട്. ദേവിയുടെ ശക്തി രൂപങ്ങളെ സംഖ്യ അനന്തമാണ്. അവയ്ക്കെല്ലാം തന്നെ മൂലഭൂതമായിട്ട് രാജരാജേശ്വരി രൂപമാണ് കണക്കാക്കപ്പെടുന്നത്. ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഭാവജ്ഞ, ഭാവത്തെ അറിയുന്നവളാണ്. ഉപാസകന്റെ മനസ്സിലുള്ള ഭക്തിഭാവത്തെയും അവന്റെ ആഗ്രഹങ്ങളെയും അറിയുന്നവൾ തന്നെയാണ് ദേവി. അറിഞ്ഞ് നിറവേറ്റി കൊടുക്കുന്നവൾ എന്ന് ഗ്രഹിക്കണം. അപ്പൊ ഭാവശബ്ദത്തിന് ഉത്പത്തി എന്നും അർത്ഥമെന്നും എല്ലാറ്റിന്റെയും ഉൽപ്പത്തി അറിയുന്നവൾ. ആദ്യയും സർവകാരണമൂർത്തിയും സർവസാക്ഷിണിയുമായതുകൊണ്ട് എല്ലാറ്റിന്റെയും ഉൽപ്പത്തി അറിയുന്നവൾ. അപ്പൊ ഭാവത്തിന് ധർമ്മമെന്നും അർത്ഥമുണ്ട്. ഈ അർത്ഥത്തിൽ ധർമ്മത്തെ അറിയുന്നവൾ, ആ ധർമാധർമ്മ വിവേചനത്തിന് അധികാരമുള്ളവളെന്നും താല്പര്യം. അപ്പോ എന്താ പറയാ അപ്പോ ഭവ സംസാരം, അതുമായിട്ട് ബന്ധപ്പെട്ട ഭാവം, അതായത് സംസാര ബന്ധനത്തിൽപ്പെട്ട ഭാവന്മാർ അവരുടെ ദുഃഖങ്ങള് അവരെ എല്ലാം അറിഞ്ഞ് അവരെ അനുഗ്രഹിക്കുന്നവൾ. ഭവൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. ശിവഭക്തന്മാര് ഭാവന്മാർ. അപ്പോ അവരെ അറിയുന്നവൾ ഭാവജ്ഞ. ഭവരോഗഘ്നി, സംസാരമാകുന്ന രോഗത്തെ ഹനിക്കുന്നവൾ അല്ലേ. ആ ഒരു
ആ ഒരു പിറവി പിണിയെ തീർപ്പവൾ എന്ന് തമിഴ് വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ സംസാരത്തെ രോഗമായിട്ടും ഈ രോഗത്തെ ഹനിക്കുന്നവളാണ് ലോകമാതാവായിരിക്കുന്ന ദേവിയെന്നും ഈ നാമത്തിൽ പറയണു. ഭവചക്ര പ്രവർത്തിനി, ഭവചക്രത്തെ, സംസാരമാകുന്ന ചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നവളാണ്. ജനന മരണങ്ങളുടെ ആവർത്തനം കൊണ്ട് സംസാരം ചക്രം പോലെ ഭ്രമിക്കുന്നതിനാല് സംസാരത്തെ ചക്രമായിട്ട് രൂപണം ചെയ്തിരിക്കുക. ആ ചക്രത്തിന്റെ ഭ്രമണം ദേവിയുടെ നിയന്ത്രണത്തിന് വിധേയമായതുകൊണ്ട് ഭവചക്ര പ്രവർത്തിനി. ഭവചക്രം എന്ന് പറഞ്ഞാൽ അനാഹത ചക്രമാണ്. ശിവന്റെ സ്ഥാനമായതുകൊണ്ട് അനാഹതത്തിന് ഭവചക്രം എന്ന് പേരുണ്ട്. മനോരൂപത്തെ ഭവചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നവൾ, മനോരൂപമായിരിക്കുന്ന ഇപ്പൊ ചൈതന്യ രൂപിണിയായിട്ട് ശിവചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പൊ അടുത്ത നാമങ്ങൾ എന്താണ്? ഛന്ദസാര, ശാസ്ത്രസാര, മന്ത്രസാര, തലോദരി, ഉദാരകീർത്തി, ഉദ്ദാമ വൈഭവ, വർണ്ണരൂപിണി. ഛന്ദസാര, ഛന്ദസിന്റെ സാരമായിട്ടിരിക്കുന്നവൾ. സംസ്കൃത ഭാഷയിലെ അക്ഷരങ്ങളും വാക്കുകളും പ്രത്യേക അനുപാതത്തിൽ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ക്രമത്തിനെയാണ് നമ്മൾ ഛന്ദസ് എന്ന് പറയുന്നത്. മലയാളത്തിലെ വൃത്തം എന്ന് പറയുന്നത് ഇതൊരു രൂപമാണ്. ഉച്ചരിക്കുമ്പോൾ ഒരു സവിശേഷ ശക്തിയുള്ള പ്രാണോർജം അങ്ങനെ പ്രസരിക്കുന്ന രീതിയിലാണ് ഈ ഛന്ദസ്സുകള് വാക്കുകളുടെ ക്രമീകരണം ഉള്ളത്. ഇപ്പൊ ലൗകിക ഛന്ദസ്സുകൾ, ഉദാഹരണത്തിന് ശാർദൂല വിക്രീഡിതം, വസന്ത തിലകം, ശക്തി കുറവും. വേദത്തിലെ ഛന്ദസ്സുകൾക്ക് ഉദാഹരണത്തിന് ഗായത്രി, അനുഷ്ടുപ്പ് ശക്തി കൂടുതലുമാണ്. അപ്പൊ ഛന്ദസ്സിന്റെ സാരം എന്ന് പറയുന്നത് ഈ സൂക്ഷ്മ ശക്തിയാണ്, സൂക്ഷ്മമായിരിക്കുന്ന പ്രാണോർജം. ശാസ്ത്രസാര, ശാസ്ത്രങ്ങൾക്കെല്ലാം സാരമായിട്ടിരിക്കുന്നവൾ. ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചത്തിലെ നാമരൂപങ്ങളെ കുറിച്ചുള്ള അറിവ്. ഈ അറിവുകളെല്ലാം ആത്യന്തികമായിട്ട് ചെന്നെത്തുന്നത് പരബ്രഹ്മത്തിലാണ്. അങ്ങനെ അമ്മ ശാസ്ത്രസാരയാണ്. മന്ത്രസാര, എല്ലാ മന്ത്രങ്ങളുടെയും സാരമായിട്ടിരിക്കുന്നവൾ. തലോദരി, തലം ഉദരം, ഭൂതലം ഉദരമായിട്ടിരിക്കുന്നവൾ, ഉദരമായവൾ. അപ്പൊ സൃഷ്ടിജാലങ്ങൾക്ക് ആധാരം ഭൂമിയാണ് അല്ലെ? അപ്പൊ ഭൂമിക്ക് ആധാരം അമ്മയാണ് എന്നർത്ഥം. അപ്പൊ സൃഷ്ടികൾക്ക് ആധാരമായിരിക്കുന്ന ഭൂമിയുടെ അമ്മയുടെ ഉദരമാകുന്നു. ഇപ്പൊ വേദത്തിലെ ഹിരണ്യഗർഭം, ഗണപതിയുടെ മഹാ ഉദരം എന്നിവയ്ക്ക് ഇതേ അർത്ഥം തന്നെയാണ്. ഉദാരകീർത്തി, ഉത്കൃഷ്ടമായ കീർത്തിയോട് കൂടിയവൾ. ഉദ്ദാമ വൈഭവ, ഉദ്ദാമ വൈഭവ എന്ന് പറഞ്ഞാല് ബന്ധനങ്ങൾ അഴിക്കുന്നതില് വൈഭവമുള്ളവൾ. ദാമം എന്ന് പറഞ്ഞാൽ പാശം. ഉദ്ദ പ്ലസ് ദാമം, ഉദ്ദാമം. പാശം അഴിഞ്ഞ, പാശമില്ലാതിരിക്കുന്ന, അതിരില്ലാത്ത വൈഭവമുള്ളവൾ. വർണ്ണരൂപിണി, ഇപ്പൊ വർണ്ണം എന്ന് പറഞ്ഞാൽ അക്ഷരരൂപിണിയായിട്ടിരിക്കണവൾ. വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? അക്ഷരം തന്നെയാണ് ഇല്ലേ? ഛന്ദസാര, ഛന്ദസ്സുകളുടെ അതായത് വേദങ്ങളുടെ സാരമായിരിക്കുന്നവൾ എന്നാണ് അർത്ഥം. വേദസാരം ഉപനിഷത്താണ്. ഉപനിഷത്തുകളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. വേദങ്ങളുടെ സാരം എന്നതുകൊണ്ട് ഗായത്രി മന്ത്രത്തെയും കുറിക്കുന്നു എന്ന് ഒരു പക്ഷം പറയുന്നുണ്ട്. ഗായത്രി സാരമായിരിക്കുന്ന പഞ്ചദശി മന്ത്രത്തെ കുറിക്കുകയാണ് ഇവിടെ. അപ്പോ ആ എല്ലാം, അതായത് ഗായത്രി രൂപമായാലും പഞ്ചദശി മന്ത്ര രൂപമായാലും എല്ലാത്തിലും സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് വ്യാഖ്യാനം എടുക്കണം. കാരണം എന്താ പറയാ, ആ ഒരു ചതുർദശ വിദ്യകളെക്കാൾ സാരഭൂതമാണ് വേദം. വേദത്തെക്കാൾ സാരഭൂതമാണ് ഗായത്രി. ഗായത്രിക്ക് 2 രൂപങ്ങളുണ്ട്. അവയിൽ ഒന്ന് 24 അക്ഷരങ്ങളുള്ളത് സ്പഷ്ടമായത്, മറ്റത് 15 അക്ഷരമുള്ള അതിരഹസ്യമായിരിക്കുന്ന ശ്രീവിദ്യാ മന്ത്രം എന്നറിയപ്പെടുന്ന പഞ്ചദശി മന്ത്രം. അപ്പൊ ആ ഒരു ഛന്ദസ് ശബ്ദത്തില് സ്വൈരമായിരിക്കുന്ന ആചാരം, അഭിലാഷം എന്നൊക്കെ ഉപാസകന് ഏത് ആഗ്രഹം അത് ധർമ്മം. അപ്പൊ ഇത് വേണ്ടെന്ന് തോന്നുന്നോ അത് അധർമ്മം. അപ്പൊ ശ്രേഷ്ഠനായിരിക്കുന്ന ഉപാസകന്റെ മനസ്സ് അധർമ്മത്തിൽ വ്യാപരിക്കുന്നില്ല. അപ്പൊ എല്ലാ ഛന്ദസ്സുകളുടെയും സാരം ദേവി തന്നെയാണ്. അപ്പോ ആ ഒരു എന്താ പറയാ, എല്ലാ മന്ത്രങ്ങൾക്കും ഛന്ദസ്സുണ്ട്. ശാസ്ത്രസാര, ശാസ്ത്രങ്ങൾക്ക് സാരമായിരിക്കുന്നവൾ. അപ്പൊ ശാസ്ത്ര ശബ്ദം കൊണ്ട് വേദങ്ങളും വേദാനുസാരികളായിരിക്കുന്ന മീമാംസകളും എല്ലാം കുറിക്കുന്നുണ്ട്. അവയുടെ സാരമായിട്ടുള്ളവൾ. സർവ വേദാന്ത സംവേദ്യ ഇല്ലേ? ഈ നാമത്തില് ആ ഒരു സ്തുതിക്കുന്നുണ്ട്. മന്ത്രസാര, മന്ത്രങ്ങളുടെ സാരമായിട്ടിരിക്കുന്നവൾ. എല്ലാ മന്ത്രങ്ങളും ഏത് ദേവതയെ കുറിച്ചാലും ആത്യന്തികമായിട്ടത് ദേവീപരം തന്നെയാണ്. എല്ലാ മന്ത്രങ്ങളുടെയും സാരം ദേവിയായതുകൊണ്ട് മന്ത്രസാര. ഇപ്പൊ മന്ത്രരൂപിണിയാണ് ദേവി എന്ന് പറയണു. മന്ത്ര സ്വരൂപമാണ് അമ്മയുടേത്. ഇപ്പൊ തലോദരി, തലം പോലെ, കരതലം പോലെ, ആ ഒരു എന്താ പറയാ,
കൃശമായിട്ടുള്ള ഉദരമുള്ളവൾ, സുന്ദരി. കൃശമായ ഉദരഭാഗം എന്ന് പറഞ്ഞത് സ്ത്രീ സൗന്ദര്യത്തിന്റെ ലക്ഷണമാണ്. സാമുദ്രിക ശാസ്ത്രവും ഭാരതീയ കവി സങ്കല്പങ്ങളും ഇങ്ങനെയാണ് പറയുന്നത്. ഇവിടെ ദേവിയുടെ സ്ഥൂലരൂപ വർണ്ണനയാണ് വിഷയം. അപ്പൊ തലോദരി എന്ന് പറഞ്ഞാല് ആ ഒരു പക്ഷത്തില് അതലം ഉദരമായിട്ടിരിക്കുന്നവൾ, വിരാട രൂപ അർത്ഥത്തിലും അതെടുക്കണം. ഉദാര കീർത്തി. അപ്പോ ദേവിക്ക് എന്താ പറയാ, ഉദാരമായിട്ടുള്ള കീർത്തി ഉള്ളവൾ. ഉദാരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം, മഹത്തരം. അപ്പൊ ദേവിയുടെ കീർത്തി പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ വായിക്കുകയോ കേൾക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നതെല്ലാം തന്നെ അവിടെ അമംഗളം നശിച്ച് പൂർണ്ണമായിരിക്കുന്ന ഐശ്വര്യം വർദ്ധിപ്പിക്കുമെന്ന് സൂചിപ്പിക്കുകയാണ്. ഉദ്ദാമ വൈഭവ, ഉദ്ദാമമായിരിക്കുന്ന വൈഭവമുള്ളവൾ. ഉദ്ദാമം എന്ന് പറഞ്ഞാൽ നിയന്ത്രണമില്ലാത്തത്, സ്വതന്ത്രമായതെന്നൊക്കെ അർത്ഥം. വൈഭവ ശബ്ദത്തിന് സാമർഥ്യം, മഹത്വം, വലിപ്പം, ശക്തി, സമ്പത്ത്, ഇങ്ങനെ ശ്രേഷ്ഠതാ സൂചകമായിരിക്കുന്ന നാനാർത്ഥങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ മറ്റൊരു ശക്തിയുടെ നിയന്ത്രണത്തിന് വിധേയമാകാതെ ശക്തിയും മഹത്വവും ഐശ്വര്യാദികളും ഉള്ളവൾ. ഇപ്പൊ ജീവിയെ സംസാരവുമായിട്ട് ബന്ധിക്കുന്ന വാസനാദികളെയാണ് ദാമശബ്ദം കുറിക്കുന്നതെന്ന് അഭിപ്രായമുണ്ട്. അങ്ങനെ അതിനെ ഛേദിക്കുന്നതിന് തക്ക വൈഭവമുള്ളവൾ, അതായത് മോക്ഷത്തിലേക്ക് നയിക്കുന്നവൾ, സംസാര ബന്ധത്തെ നശിപ്പിക്കുന്നവൾ എന്ന് നമുക്ക് എടുക്കാം. വർണ്ണരൂപിണി, വർണ്ണങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്ന് നമ്മൾ കണ്ടു. ഭാഷണ ശബ്ദങ്ങള്, വർണ്ണങ്ങള് അല്ലെ, സ്വരവ്യഞ്ജനങ്ങള്, ആ രൂപങ്ങളായിരിക്കുന്ന ഭാഷാ പ്രവർത്തനങ്ങളിൽ ഉച്ചരിക്കപ്പെടുന്ന ശബ്ദ പരമ്പര, അതിനെയാണ് ആശയങ്ങളെ മനുഷ്യന് പരസ്പരം പകർന്നു കൊടുക്കുന്നത് അല്ലെ. ഇപ്പൊ പര, പശ്യന്തി, മധ്യമ, വൈഖരി, ഇങ്ങനെ 4 വിധത്തിലുള്ള വിവരിക്കപ്പെട്ട ശബ്ദ ബ്രഹ്മസ്വരൂപത്തില് നാലാമത്തതായിട്ടിരിക്കുന്ന വൈഖരി വർണ്ണങ്ങളായിട്ടും അക്ഷരങ്ങളായിട്ടും പ്രവർത്തിക്കുന്നു. ഈ എല്ലാ ആശയങ്ങളും വഹിക്കുന്നവയും മന്ത്രരൂപത്തില് പ്രപഞ്ച ശക്തികളെ നിയന്ത്രിക്കുന്നവയും സർവദേവതാ സ്വരൂപം കൈക്കൊള്ളുന്നതുമായിരിക്കുന്ന വർണ്ണസംഘാതം ദേവീ സ്വരൂപമാണ്. ഇപ്പൊ വർണ്ണശബ്ദത്തിന് നിറം എന്ന അർത്ഥമുണ്ട്. വെളുപ്പ്, കറുപ്പ്, പച്ച, മഞ്ഞ, ചുവപ്പ് എന്നൊക്കെ പറയുന്ന നിറങ്ങളായിട്ട് പ്രപഞ്ച വ്യാപ്തമായതും ദൃഷ്ടി കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്നതുമായിരിക്കുന്ന ചൈതന്യ വിശേഷമാണ് നിറം. അപ്പൊ ആ ചൈതന്യത്തിന്റെ രൂപത്തില് വസ്തുക്കളിൽ സ്ഥിതി ചെയ്യുന്നവൾ. വർണ്ണശബ്ദത്തിന് വസ്തുക്കളുടെയും ജീവികളുടെയും വിഭാഗം, ആകൃതി, ഗുണം, അഴക്, കീർത്തി, കുങ്കുമം, ഇങ്ങനെ നാനാർത്ഥങ്ങൾ പറയാം. ഇപ്പൊ ഏതർത്ഥങ്ങളെ ആധാരമാക്കിയാലും അവയുടെ രൂപമുള്ളവൾ ദേവി തന്നെയാണെന്ന് അർത്ഥം. ജന്മമൃത്യു ജരാതപ്ത ജനവിശ്രാന്തിദായിനി. ഇപ്പൊ വർണ്ണരൂപിണി എന്നുള്ളത് വരെ നമ്മൾ കണ്ടു. നാനാ വർണ്ണ സ്വരൂപിണി. അടുത്ത നാമം 851. ജന്മമൃത്യു ജരാതപ്ത വിശ്രാന്തിദായിനി, സർവോപദുത്ഘൂഷ്ട, ശാന്ത്യാതീത കലാത്മിക. വലിയ നാമങ്ങളാണ് ഇത് മൂന്നും. അപ്പൊ അതുകൊണ്ട് 3 നാമമാണ് എടുത്തിരിക്കുന്നത്. ജന്മ, മൃത്യു, ജരാതപ്ത ജന വിശ്രാന്തിദായിനി. ജനനം, മരണം, ജര എന്ന് പറയുന്ന വാർദ്ധക്യം, ഇവയാൽ തപ്തരായിരിക്കുന്ന ദുഃഖിക്കുന്ന ജനങ്ങൾക്ക് വിശ്രാന്തി, ശരണം നൽകുന്നവൾ. സർവോപനിഷദുദ്ഘുഷ്ട, സർവ ഉപനിഷത്ത് ഉദ്ഘുഷ്ട എന്നാണ് പിരിക്കേണ്ടത്. അപ്പൊ സർവ ഉപനിഷത്തുകളുടെയും ഉദ്ഘോഷിക്കുന്നവൾ. പരബ്രഹ്മമായ അമ്മയുമായിട്ട് ലയിക്കുക എന്നതാണ് ഉപനിഷത്തുകൾ പ്രഖ്യാപിക്കുന്നത് അല്ലെ. ഉപ എന്ന് പറഞ്ഞാൽ സമീപം, നീ എന്ന് പറഞ്ഞാൽ ഏറ്റവും, സത്ത് എന്ന് പറഞ്ഞാൽ സത്യം അഥവാ ഈശ്വരൻ. അപ്പൊ പരബ്രഹ്മത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജ്ഞാനമാണ് ഉപനിഷത്ത്. നിഷത്ത് എന്നതിന് സ്ഥിതി ചെയ്യുന്ന അർത്ഥമുണ്ട്. ശാന്തിയതീത കലാത്മിക, ശാന്തി അതീത കലാത്മിക, ശാന്തിക്ക് അപ്പുറം സ്ഥിതി ചെയ്യുന്നവൾ. ഇപ്പൊ ഓരോന്നിനെയും ഈശ്വരൻ സൃഷ്ടിച്ച അവസ്ഥയാണിത്. അതിനെയാണ് ആദിമാവസ്ഥ. ശാന്തി, അതീതം, അപ്പുറമുള്ളത്. കല എന്ന് പറഞ്ഞാൽ വിഭൂതി, ശക്തി, സ്വഭാവം. അപ്പൊ ശാന്തിക്ക് അപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്വഭാവമുള്ളവൾ. സൃഷ്ടിയുടെ മൗലികമായിരിക്കുന്ന ആദിമമായിരിക്കുന്ന സ്ഥിതിക്കും അപ്പുറത്തുള്ളവൾ. അപ്പൊ എല്ലാം കടന്നാലും എന്താ പറയാ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ഈ പ്രപഞ്ചമൊക്കെ വരുന്നത് അല്ലേ. അപ്പൊ അതിനും അപ്പുറം ഇരുന്നവളാണ് ദേവി എന്ന് പറയുകയാണ്. ദേവിയുടെ എന്താ പറയാ, നിഷ്കളമായിരിക്കുന്ന സ്വരൂപം. അപ്പോ ജന്മം, മൃത്യു, ജരാ, തപ്ത ജനവിശ്രാന്തിദായിനി. വളരെ നമുക്കൊക്കെ എന്താ പറയാ, ആശ്രയിക്കാൻ പറ്റുന്ന ഒരു നാമമാണ് ഇതല്ലേ. അപ്പൊ ജന്മം, മൃത്യു, ജര, ഇത് മുതലായവയാൽ തപിക്കുന്ന ജനങ്ങൾക്ക് വിശ്രാന്തി, അതായത് വിശ്രമത്തെ, ആശ്വാസത്തെ കൊടുക്കുന്നവൾ. അപ്പൊ ഏറ്റവും ദുഃഖം എന്തൊക്കെയാണ്? ജന്മം, മൃത്യു, ജര.
ഈ 3 ഘടകപദങ്ങൾ കൊണ്ട് സംസാര ചക്ര ഭ്രമണമാണ് സൂചിപ്പിക്കുന്നത്. ജനിക്കുക, വളരുക, വളരുന്നതോടുകൂടി ജര, നര, രോഗം മുതലായവ കൊണ്ട് ക്ലേശിക്കുക, മരിക്കുക. അപ്പൊ മരിച്ചു കഴിഞ്ഞ് വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിൽ പതിക്കുക, വീണ്ടും ജനിക്കുക. എന്താണിത്? പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി, ജഠരേ ശയനം എന്ന് ശങ്കരാചാര്യ സ്വാമികൾ വിവരിച്ച സംസാര ചക്രത്തിന്റെ അവിരാമമായിരിക്കുന്ന ഭ്രമണ പദ്ധതിയിൽ കുടുങ്ങിയ ജീവിക്ക് ദുഃഖവും ക്ലേശവും എന്ന് പറയുന്നത് കൂടപ്പിറപ്പാണ്, അല്ലെ? അപ്പൊ തത്കാലത്തേക്ക് ആഹ്ലാദിപ്പിക്കുന്നതായിട്ട് തോന്നുന്ന അനുഭവങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകുമെങ്കിലും ദുഃഖത്തിനാണ് ഇവിടെ മുൻതൂക്കം. അങ്ങനെ സംസാര ദുഃഖം അനുഭവിക്കുന്നവർക്ക് വിശ്രാന്തിയെ കൊടുക്കുന്നവളാണ് ദേവി. അമ്മയ്ക്ക് മാത്രമേ അത് കൊടുക്കാൻ സാധിക്കൂ. അപ്പൊ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ, മോക്ഷം നൽകുന്നവൾ, സർവോപ നിഷ ദുത്ഘൂഷ്ട, എല്ലാ ഉപനിഷത്തുകളാലും ഉദ്ഘോഷിക്കപ്പെട്ടവൾ. വേദങ്ങളുടെ സാരം ഉൾക്കൊള്ളുന്ന ഉപനിഷത്തുകളെ വേദശിരസ്സുകളെന്നും വേദാന്തങ്ങളെന്നും വിളിക്കുന്നുണ്ട്. ആകെ 108 ഉപനിഷത്തുകളുണ്ട്. ഭഗവത്ഗീത പോലെ ഉപനിഷത്തുകളായിട്ട് കണക്കാക്കുന്നവ വേറെയും ഉണ്ട്. ഇപ്പൊ എല്ലാ ഉപനിഷത്തുകളും ഉദ്ഘോഷിക്കുന്നത് ദേവിയുടെ മഹാത്മ്യമാണ്. ഈ നാമത്തിന് അർത്ഥം അതാണ്. സർവ വേദാന്ത സംവേദ്യ എന്ന നാമവും ഈ ആശയം തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. ഇപ്പൊ എല്ലാ ഉപനിഷത്തുകളും ശക്തി രഹസ്യമാണ് വിവരിക്കുന്നത്. ദേവി ശക്തി സ്വരൂപിണിയാണ്, അല്ലെ? ശാന്തിയാതീത കലാത്മിക, സർവസംഘ നിവർത്തമായിരിക്കുന്ന മനസ്സിന്റെ നിലയാണ് ശാന്തി എന്ന് പറയുന്നത്. അതായത് രാഗദ്വേഷങ്ങളുടെ സ്പർശമില്ലാതെ അവികാരിയായ സ്ഥിതി, അതിനും അതീതമായിരിക്കുന്ന കലാസ്വരൂപത്തോടു കൂടിയവൾ. അപ്പൊ ആകാശനിഷ്ഠ കല ശാന്ത്യാതീത ഉച്യതേ എന്ന് സൗഭാഗ്യ ഭാസ്കരൻ പറയുന്നുണ്ട്. അപ്പൊ ശാന്ത്യാതീത കല എന്ന് പറഞ്ഞാല് ആ ഒരു ദ്വൈത നിർവാണം ആനന്ദ ബോധമായിട്ടിരിക്കുന്ന സ്വരൂപം. ശിവാഗമത്തില് അതിന്റെ സ്വരൂപം വർണ്ണിക്കുന്നുണ്ട്. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതും എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നതും വികാരങ്ങള് ഒന്നുമില്ലാത്തതും ആ ഒരു ഗുണങ്ങളില്ലാത്തതുമാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സ്വഭാവത്തെയാണ് നമ്മൾ ശാന്തിയതീത കല എന്ന് പറയുന്നത്. ഇപ്പൊ നിർവാണ സുഖമെന്നും ചിദാനന്ദമെന്നും വിളിക്കപ്പെടുന്ന ശാന്തിക്കും അതീതമായിരിക്കുന്ന കല ആകാശനിഷ്ഠമാണ്. അതിന്റെ സ്വരൂപത്തോടു കൂടിയിരിക്കുന്നവൾ. ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിത ഗാനലോലുപ കൽപ്പനാരഹിത കാഷ്ട അകാന്ത കാന്താർത്ഥ വിഗ്രഹ. ഇപ്പൊ ഗംഭീര എന്ന് പറഞ്ഞാല് ദേവന്മാരിൽ നിന്നുള്ള അനിഷ്ടങ്ങളെ, ഭയങ്ങളെ അകറ്റുന്നവൾ. ഗം എന്ന് പറഞ്ഞാല് ദേവന്മാരെ, ഭീ എന്ന് പറഞ്ഞാൽ ഭയം, രാ എന്ന് പറഞ്ഞാൽ അകറ്റുക. അപ്പൊ പരിസരത്തില് സ്വാധീനം ചെലുത്താതെ സൂക്ഷ്മ പ്രാണോർജങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ദേവതകള്. ഇപ്പൊ കോണുകളുള്ള ദേവതമാര്, അഗ്നി, നിര്യതി, വായു, ഈശാനൻ, അല്ലെ? ഇപ്പൊ വാസ്തുപുരുഷൻ ഇത്യാദി എല്ലാം തന്നെ പ്രാണോർജങ്ങളായിരിക്കുന്ന ദേവതമാരാണ്. ഈ ഊർജത്തിൽ നിന്ന് വരുന്ന വ്യതിയാനങ്ങളെ ദേവന്മാരുടെ അനിഷ്ടമായിട്ട് കാണണു. അപ്പൊ ദേവി ഉപാസന എന്ന് പറയുന്നത് ഇത്തരം എല്ലാ ഭയങ്ങളും അകറ്റുന്നു. ഗഗനാന്തസ്ഥ, അപ്പൊ ഗഗന അന്തസ്ഥ, ഹൃദയാകാശത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഗഗനം എന്ന് പറഞ്ഞ ആകാശം ഇവിടെ ഹൃദയാകാശമായിട്ട് തന്നെ എടുക്കണം. അന്തസ്ഥ, ഉള്ളില് സ്ഥിതി ചെയ്യുന്നവൾ. ഗർവിത, ഇപ്പൊ താനാണ് സൃഷ്ടിച്ചതെന്ന ബോധത്തോടു കൂടി ഉള്ളവളാണ് ദേവി. ഗർവം എന്ന് പറഞ്ഞാല് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് താനാണെന്നുള്ള ബോധം. ഇത് മനുഷ്യരിൽ കാണുന്ന ഗർവല്ല, അത് പതനത്തിലേക്ക് നയിക്കുന്നതാണ് മനുഷ്യരുടെ ഗർവ്, ഇല്ലേ? ഇത് ദേവി ആ ഒരു അഹംബോധം. ഗാനലോലുപ, അപ്പൊ ലോലുപ എന്ന് പറഞ്ഞാല് ഗാനവിദ്യയിൽ വ്യാപിച്ച് വർത്തിക്കുന്നവൾ. ലോലുപം എന്ന് പറഞ്ഞാൽ മുഴുകിയത്, വ്യാപിച്ചത്. ഇപ്പൊ ഗാനക്രിയ എന്ന് പറയുന്നത് 5 വിധത്തിലാണ്. വായ്പാട്ട്, കണ്ഠത്തിൽ നിന്നുണ്ടാകുന്ന സ്വരങ്ങൾ ചേർന്നത്. തതം എന്ന് പറഞ്ഞാൽ തന്ത്രികൾ കൊണ്ടുണ്ടാകുന്ന സ്വരം, ഉദാഹരണം വീണ. 3 ആനർത്ഥം, ഇല്ലേ? അവനർത്ഥം, അതായത് തുകൽ മൂടിയവയിൽ നിന്നുള്ള ഗാനം, ഉദാഹരണം മൃദംഗം. ഖനം എന്ന് പറഞ്ഞാല് ലോഹവാദ്യം, ഉദാഹരണം കൈമണി, ആ ഒരു മുഖർ, ശംഖ് ഒക്കെ. സുഷിര, 5-മത്തത് സുഷിര, അതായത് സുഷിരത്തിലൂടെ വരുന്ന സ്വരം, ഉദാഹരണം ഓടക്കുഴല്. ശാസ്ത്രീയമായിട്ട് ഗാനവിദ്യയുടെ ആധാരവും ലക്ഷ്യവും ആരാണ്? അമ്മ തന്നെയാണ്. കൽപ്പനാരഹിത, ഭാവനകൾക്ക് അപ്പുറത്ത് നിൽക്കുന്നവളാണ്. കൽപ്പിക്കാൻ സാധിക്കാത്തത്. കൽപ്പന എന്ന് പറഞ്ഞാൽ ഭാവനയാണ്, ചിന്തനം. കൽപ്പനാരഹിത എന്നാണ് അർത്ഥം. കൽപ്പം എന്ന് പറഞ്ഞാൽ സൃഷ്ടി നിലനിൽക്കുന്ന കാലം.
നാര എന്ന് പറഞ്ഞാൽ നരർക്ക്, മനുഷ്യർക്ക്. ഹിതം നൽകുന്നവളെന്നും അർത്ഥം പറയാം. കാഷ്ട, അങ്ങേയറ്റത്തെ അവസ്ഥയായിട്ടിരിക്കുന്നവൾ. സാധനകൾ അനുഷ്ഠിച്ചാൽ കിട്ടുന്ന അങ്ങേയറ്റത്തെ ധാമമായിട്ടിരിക്കുന്നതാണ് കാഷ്ട. ആകാന്ത, അക പ്ലസ് അന്ത, പാപങ്ങൾക്ക് അന്ത്യം വരുത്തുന്നവൾ. അഖ എന്ന് പറഞ്ഞാല് പാപദുരിതം. കാന്താർത്ഥ വിഗ്രഹ, കാന്ത അർത്ഥ വിഗ്രഹ, അർദ്ധനാരീശ്വര വിഗ്രഹത്തില് ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. ശിവനും പാർവതിയും ചേർന്നതാണ് അർദ്ധനാരീശ്വര മൂർത്തി എന്ന് പറയുന്നത്. ശിവനും വിഷ്ണുവും ചേർന്നത് ശങ്കരനാരായണ മൂർത്തി, അല്ലേ? അപ്പോ ഗംഭീര, അപ്പം അളക്കാനാവാത്ത മഹാഹൃദം പോലെയുള്ള ആഴമുള്ളവൾ. അപ്പൊ സമുദ്രാദികളായിരിക്കുന്ന എന്താ പറയാ, സമുദ്രങ്ങളുടെയൊക്കെ ഗുണമാണ് ഗാംഭീര്യം എന്നുള്ളത്. എത്ര ആഴമുണ്ട് അത് ആർക്കും അളക്കാൻ പറ്റില്ല, അല്ലെ? അതാണ് സ്ഥിതി. അപ്പൊ ദേവിയുടെ മഹാത്മ്യങ്ങള് അല്ലെങ്കിൽ മഹത്വങ്ങള് അറിയാൻ കഴിയാത്ത വിധമുള്ളതാണ് എന്ന് പറയണു. ഗം എന്ന് പറഞ്ഞാല് ഗണപതി ബീജാണ്. അതുകൊണ്ട് തന്നെ ഗണപതിയെ കുറിക്കുന്നു. അപ്പൊ ഗണപതിയുടെ ഭയത്തെ ഇല്ലാതാക്കുന്നവൾ എന്നും ഈ പക്ഷത്തിൽ വ്യാഖ്യാനമുണ്ട്. അമ്മ എന്നുള്ള നിലയില് ഗണപതിയെ ഭയവിമുക്തയാക്കുന്നവൾ. അപ്പൊ ഗണപതി വിഘ്ന കാരകനാണില്ലേ? അപ്പൊ ആ ഒരു ഗജാനനൻ ഗണപതി വിഘ്നകാരകനാണ്. അപ്പൊ അങ്ങനെ എടുക്കുകയാണെങ്കിൽ വിഘ്നങ്ങളിൽ നിന്നുള്ള ഭയത്തെ ഇല്ലാതാക്കുന്നവൾ. അപ്പൊ ദേവി ഭക്തർക്ക് ഗണപതി പ്രീതി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് സിദ്ധിക്കുമെന്ന് അർത്ഥം. ഗഗനാന്തസ്ഥ, അപ്പൊ ഗഗനാന്തങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഗഗനം എന്ന് പറഞ്ഞ ആകാശം തന്നെയാണ്. ഗഗനാന്തം എന്ന് പറഞ്ഞ പദം കൊണ്ട് ഭൂതാകാശം, ദഹരാകാശം, പരാകാശം എന്നിങ്ങനെ മൂന്നിനെയും കുറിക്കുന്നുണ്ട്. ഇത് മൂന്നിന് സ്ഥിതി ചെയ്യുന്നവൾ, അതായത് സർവവ്യാപ്തിയായിട്ടിരിക്കുന്നവളെന്ന്. ആകാശത്തിന്റെ സർവവ്യാപ്തമായിരിക്കുന്ന സ്ഥിതി മൂലം, അതായത് അതാണ് ഇത് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഗഗനം ആ ഒരു നശിക്കുന്ന കാലത്ത് പോലും ആ പ്രകാശം നശിക്കുമ്പോഴും നാശമില്ലാത്ത സ്ഥിതിയിൽ ഇരിക്കുന്നവൾ, അല്ലെ? നിർനാശ. ഇപ്പൊ ഗഗന ശബ്ദം ആകാശത്തെ കുറിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എന്താ പറയാ, അന്തസ്ഥ എന്നുള്ള ശബ്ദം കൊണ്ട് യാ, രാ, ല, വ എന്നീ വർണ്ണങ്ങള് അതായത് സൂചിതമാകുന്നുവെന്നും ഈ നാമം പഞ്ചഭൂത ബീജങ്ങളെ ഉദ്ധരിക്കുന്നുവെന്നും മന്ത്രപരമായിരിക്കുന്ന വ്യാഖ്യാനമുണ്ട്. ഈ വിഷയത്തില് കൂടുതൽ ഗുരുമുഖത്ത് നിന്ന് അറിയുന്നതാണ് നല്ലത്. ഗർവിത, ഗർവമുള്ളവള്. ഇപ്പൊ വിശ്വസൃഷ്ടിക്ക് ഒരുങ്ങുന്ന ആ ഒരു എന്താ പറയാ, അഹന്ത സ്വരൂപിണിയായിരിക്കുന്ന ദേവി ശൂന്യതയിൽ നിന്ന് ദൃശ്യാദൃശ്യ വിഭൂതികളോടുകൂടിയ പ്രപഞ്ചം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന ആ ഒരു ചിച്ഛക്തിക്ക് സൃഷ്ടി, സൃഷ്ടാവ് എന്ന രണ്ട് ധർമ്മങ്ങൾക്ക് വേണ്ടി രണ്ടായിട്ട് പിരിയേണ്ടി വരുന്നു. അപ്പൊ താൻ തന്നെ സൃഷ്ടിയും സൃഷ്ടാവുമാകുമ്പോ ആ ഒരു സൃഷ്ടാവിന് താൻ എന്നുള്ള ഒരു ഭാവം ഉണ്ടാകും, ഇല്ലേ? അപ്പൊ അതിനെയാണ് അഹന്ത എന്ന് പറയുന്നത്. അതിനെയാണ് ഇവിടെ ഗർവം എന്ന് കുറിച്ചിരിക്കുന്നത്. ശിവപത്നി രൂപത്തില് ഗൗരിയായിട്ട് നിലകൊള്ളുമ്പോൾ തന്റെ സൗന്ദര്യാദി ഗുണങ്ങൾ കൊണ്ട് ഭർത്താവിനെ സ്വാധീനയാക്കി അർദ്ധനാരീശ്വരനാക്കിയതില് അഭിമാനിക്കുന്നവളെന്നും ഗർവിത എന്ന പദത്തിന് വ്യാഖ്യാനമായിട്ട് എടുക്കാം. സ്വാധീന വല്ലഭ, അല്ലെ? ദേവിയുടെ നാമം അങ്ങനെയാണ്. ഗാനലോലുപ, അപ്പൊ സംഗീതത്തിലെ പ്രിയമുള്ളവളാണ്. ഗാനം ശബ്ദം കൊണ്ട് വിവിധ വാദ്യങ്ങളെ പ്രയോഗം ഇതെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. വായ്പാട്ട് മാത്രമല്ല, വീണ തുടങ്ങിയിട്ടുള്ള തന്ത്രി വാദ്യങ്ങള്, അപ്പോ എന്താ പറയാ, ചർമ്മവാദ്യങ്ങള്, വേണു, എല്ലാ സുഷിരവാദ്യങ്ങളെല്ലാം സംഗീത ഉപകരണങ്ങളുടെ പ്രയോഗങ്ങളും ദേവി ഇഷ്ടപ്പെടുന്നു എന്ന് സൂചന. കൽപ്പനാരഹിത, കൽപ്പനകളില്ലാത്തവൾ. കൽപ്പന എന്ന് പറഞ്ഞാല് ആ പദത്തിന് രൂപം, ആകൃതി, ഛായ എന്ന അർത്ഥമാണ്. ഇപ്പൊ രൂപമോ ആകൃതിയോ ഛായയോ ഇല്ലാത്തവളാണ് എന്നർത്ഥം. അപ്പോ അതായത് ആ ഒരു വാസനാമയങ്ങളായിരിക്കുന്ന അദൃശ്യ ബീജികൾ ഇല്ലാത്തവൾ, ഇപ്പൊ വാസനാബന്ധമില്ലാത്തവൾ എന്നൊക്കെ ഈ പക്ഷത്തിൽ നമുക്ക് അർത്ഥം എടുക്കാം. കൽപ്പ നാമരഹിത, ഈ പദം പിരിച്ചു പറഞ്ഞാൽ എല്ലാം നശിക്കുന്ന പ്രളയകാലത്ത് ആ ഒരു നാരങ്ങളെ, അതായത് ജീവന്മാരെ തന്റെ ഉള്ളില് വാസനാരൂപത്തിൽ രക്ഷിച്ച് ഹിതത്തെ ചെയ്യുന്നവളെന്നും വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. ഇപ്പൊ പ്രളയകാലത്ത് പോലും രക്ഷിക്കുന്നവളാണ് ദേവി, അല്ലെ? മറ്റെല്ലാ കാലങ്ങളിലും ജീവന്മാർക്ക് ഹിതം ചെയ്യുന്നവളാണ്, അല്ലേ? അപ്പൊ കാഷ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു, അങ്ങേയറ്റത്തെ എല്ലാത്തിനും അതീതമായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ പ്രപഞ്ച രഹസ്യങ്ങളെ പറ്റി ചിന്തിക്കുന്ന ജിജ്ഞാസുവായിരിക്കുന്ന ആ ഒരു ജിജ്ഞാസുവിനെ ചിന്തയും മനനവും ഉപാസനയും കൊണ്ട് ചെന്നെത്താൻ കഴിയുന്നത് ദേവി വരെയാണ്, അല്ലെ? ഇപ്പൊ ദേവിയുടെ കാരുണ്യം കൊണ്ട്
ആ ഒരു ത്രിവിധ മോക്ഷങ്ങൾ നേടാൻ കഴിഞ്ഞാലും ദേവിയെ അറിയാൻ കഴിയയില്ല. അതുകൊണ്ട് ജ്ഞാനത്തിന്റെ അങ്ങേയറ്റം അതിര് ദേവി തന്നെയാണെന്ന് പറയണു. സാ കാഷ്ടാസ പരമാഗതി എന്ന് കഠോപനിഷത്ത്. ഇപ്പൊ കാഷ്ട എന്ന് പറഞ്ഞാല് കാലയളവ് എന്നും പറയാം നമുക്ക്. 18 നിമേഷം കൂടിയ കാലം. അപ്പോ ആ ഒരു ഗഗനാത്മകനും ഭീമൻ എന്നുള്ള നാമമുള്ളവനുമായിരിക്കുന്ന പരമശിവന്റെ പത്നിയും ആ ഒരു സ്വർഗമാതാവുമായിരിക്കുന്ന ദേവി ആ ഒരു ദിക് സ്വരൂപമായതുകൊണ്ട് കാഷ്ട എന്നറിയപ്പെടുന്നു. ചന്ദ്രന്റെ കലയ്ക്ക് കാഷ്ട എന്ന പേരുണ്ട്. ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പൊ ശ്രേഷ്ഠത, ഭാഗ്യം എന്ന കാഷ്ട ശബ്ദത്തിന് അർത്ഥമുണ്ട് ശ്രേഷ്ഠയായവൾ, ഭാഗ്യരൂപത്തിൽ ജീവികളെ അനുഗ്രഹിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാഷ്ട രൂപത്തിനെടുക്കാം. അകാന്ത, അകാന്ത എന്ന് പറഞ്ഞാല് അകത്തിൽ അന്തം വരുത്തുന്നവൾ. അകം പാപേജ ദുഃഖേജ. അപ്പൊ നിർവചന പ്രകാരം അകത്തിന് പാപമെന്നും ദുഃഖമെന്നും അർത്ഥമുണ്ട്. അപ്പൊ പാപത്തെ നശിപ്പിക്കുന്നവൾ, ദുഃഖം ഇല്ലാതാക്കുന്നവൾ എന്ന വ്യാഖ്യാനം. പാപത്തിന് കാരണം എന്താണ്? അജ്ഞാനമാണ് അല്ലേ? അപ്പൊ ജ്ഞാനമൂർത്തിയായിരിക്കുന്ന അംബികയെ ആരാധിക്കുന്നവർക്ക് ജ്ഞാനം ഉണ്ടാകും. ജ്ഞാനത്തോടൊപ്പം കാമനകളെ നിയന്ത്രിക്കാനുള്ള കഴിവും വരും. അപ്പോൾ അവരുടെ പാപങ്ങളെല്ലാം നശിക്കും. കാന്താർത്ഥ വിഗ്രഹ, കാന്തന്റെ അർത്ഥവിഗ്രഹമായിരിക്കുന്നവൾ. കാന്തനായിരിക്കുന്ന ശ്രീ പരമേശ്വരന്റെ ഉടലിന്റെ പകുതി ദേവിയാണെന്ന് പ്രസിദ്ധം ഇല്ലേ? അപ്പൊ ശിവനെ അർദ്ധനാരീശ്വരനാക്കാൻ ആക്കിയ പ്രഭാവമുള്ളവൾ, കാന്തമായിരിക്കുന്ന അർത്ഥവിഗ്രഹമുള്ളവൾ എന്നും എടുക്കാം. അപ്പൊ അർദ്ധനാരീശ്വര സ്വരൂപത്തിലെ പകുതി ശിവന്റെ സ്വരൂപം, മറ്റേ പകുതി അത്യന്തം സുന്ദരമായിരിക്കുന്ന കാന്തമായിരിക്കുന്ന ത്രിപുരസുന്ദരിയുടെ രൂപം. അപ്രകാരം സുന്ദരമായ അർത്ഥ ശരീരമായിരിക്കുന്നവൾ അല്ലെ? പരസ്പരാശ്ലിഷ്ട ബബുർധരാഭ്യാം അല്ലെ? നഗേന്ദ്രകന്യ വിഷകേതനാഭ്യം നമോ നമ പാർവതി ശങ്കരാഭ്യാം. ഇപ്പൊ ദേവിയുടെ അർദ്ധനാരീശ്വര രൂപം വളരെ വിശേഷമാണ് അല്ലെ? കാര്യകാരണ വിനിർമുക്ത. അപ്പൊ അടുത്ത നാമം തുടങ്ങുന്നത് എന്താണ്? കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനക താടങ്ക ലീലാ വിഗ്രഹ രൂപിണി. ഇപ്പൊ കാര്യകാരണ നിർമുക്ത, കാര്യം കാരണം നിർമുക്ത, കാര്യകാരണ രൂപമായിരിക്കുന്ന ഈ ലോകത്തിനപ്പുറം നിലകൊള്ളുന്നവൾ. കാരണത്തിൽ നിന്ന് കാര്യവും കാര്യത്തിൽ നിന്ന് കാരണവും ഇല്ലേ? ഇങ്ങനെ അനന്തമായിട്ട് നീളുന്നതാണ് ഈ പ്രപഞ്ചം. അപ്പൊ അതിനപ്പുറം നിൽക്കുന്നവൾ. ഉദാഹരണത്തിന് മാവ് കാര്യം, മാങ്ങയണ്ടി കാരണം. അപ്പൊ മാങ്ങയണ്ടിയിൽ നിന്ന് മാവ്, അതിൽ നിന്ന് മാങ്ങയണ്ടി അല്ലേ? ഇനി അനന്തമായത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നിർമുക്ത എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായിട്ടും സ്വതന്ത്രമായ, അപ്പുറത്ത് നിൽക്കുന്ന. ഇപ്പൊ കാമകേളി തരംഗിത, ജീവജാലങ്ങളിലെ ആഗ്രഹങ്ങളുടെ പ്രവാഹത്തിന് ആധാരമായിട്ടിരിക്കുന്നവൾ. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, കേളി എന്ന് പറഞ്ഞാൽ ലീലാവിലാസം, തരംഗിത എന്ന് പറഞ്ഞാൽ തിരകൾക്ക് ആധാരമായിരിക്കുന്ന. കനക താടങ്ക, മിന്നുന്ന കർണ, അതായത് കനക കർണാഭരണങ്ങളോട് കൂടിയവളായിരിക്കുന്നവളായിട്ട് യോഗികൾക്ക് ദർശനം നൽകുന്നവൾ. ഇപ്പൊ കനത്ത എന്ന് പറഞ്ഞാൽ മിന്നുന്ന താടങ്കം ഇല്ലേ? കർണാഭരണം. ലീലാ വിഗ്രഹ രൂപിണി, ലീലയായിട്ട് പല രൂപങ്ങളും എടുക്കുന്നവൾ. ലീല എന്ന് പറഞ്ഞാൽ വിനോദം, വിഗ്രഹം എന്ന് പറഞ്ഞാൽ രൂപം അല്ലേ? കാര്യകാരണം ഇല്ലാത്തവളാണ് കാര്യകാരണ നിർമുക്ത അല്ലേ? പ്രപഞ്ചത്തിൽ എല്ലാറ്റിനും കാര്യകാരണ ബന്ധമുണ്ട്. പക്ഷെ പ്രപഞ്ച മാതാവായിരിക്കുന്ന ലളിതാംബിക കാര്യകാരണങ്ങൾക്ക് അതീതയാണ്. ഇപ്പൊ കാര്യശബ്ദം ആ ഒരു മഹത്തത്വാദികളെയാണ് കുറിക്കുന്നത്. കാരണശബ്ദം മൂലപ്രകൃതിയെ കുറിക്കുന്നുവെന്നും രണ്ടിൽ നിന്നും മുക്തമായവളാണ് ദേവിയെന്നും കാര്യകാരണ നിർമുക്തയാണെന്നും പറയാം നമുക്ക് അല്ലേ? ന തസ്യ കാര്യം കാരണം ച വിദ്യതേ. കാമകേളി തരംഗിത, കാമേശ്വരനായിരിക്കുന്ന ശ്രീ പരമേശ്വരന്റെ കേളികൾക്ക്, അതായത് ലീലകൾക്ക് തരംഗങ്ങളായവൾ അല്ലെ? കാമേശ്വരനുടയ ലീലകൾ ആയിട്ടിരിക്കുന്നവൾ ഇല്ലേ? അങ്ങനെ കാമേശ്വരന്റെ ലീലാ പരമ്പരകള് ദേവിയാകുന്ന മഹാസമുദ്രത്തിലെ തിരകളാണെന്ന് താല്പര്യം. അപ്പൊ ശക്തിയോട് ചേർന്നില്ലെങ്കിൽ ശിവൻ സ്പന്ദിക്കാൻ പോലും കഴിവില്ലാത്തവനാണെന്ന് സൗന്ദര്യലഹരി 1-ാം ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ശിവന്റെ ലീലകൾക്ക് ശക്തി കൂടിയേ കഴിയൂ എന്നതുകൊണ്ട് ശിവലീലകളെ ദേവിയാകുന്ന സമുദ്രത്തിലെ തരംഗങ്ങളായിട്ട് പറയുന്നു. അപ്പൊ ശിവലീലകളാകുന്ന തരംഗത്തിന്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്നവൾ.
ഇപ്പൊ കാമകേളി എന്ന പദത്തിന് മൈഥുനം എന്ന അർത്ഥമുണ്ട്. വ്യാവഹാരിക ഭാഷയിൽ അത് സാധാരണമായിട്ട് പറയാറുണ്ട്. അപ്പൊ കാമകേളിയില് തരംഗിതയാകുന്നവൾ, തിരമാല കൊണ്ട് കടലെന്ന പോലെ ഇളകുന്നവൾ എന്നും അർത്ഥം പറയാം. അപ്പൊ മഹാമൈഥുനം എന്ന ആഗമങ്ങൾ വിവരിക്കുന്ന ശിവശക്തി സംയോഗത്തെയും ഈ പ്രയോഗം കുറിക്കുന്നുണ്ട്. പ്രപഞ്ച സൃഷ്ടിക്ക് ഒരു ഉദ്യമിക്കുന്ന ചിത് ശക്തിയുടെ പ്രവർത്തനമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ കനക താടങ്ക, ആ ഒരു കനകമായിരിക്കുന്ന, പ്രദീപ്തമായിരിക്കുന്ന, ആ ഒരു പ്രകാശമാനമായിരിക്കുന്ന കനക താടങ്ങളോട് കൂടിയ, സുവർണ നിർമ്മിതമായിരിക്കുന്ന കർണാഭരണങ്ങളോട് കൂടിയവളാണ് ദേവി. ദേവിയുടെ സ്ഥൂല രൂപ വർണ്ണനയുടെ ഭാഗമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ സ്വർണത്തോടെ കാതിൽ അണിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. തോട എന്ന് പറഞ്ഞാൽ ദേവിയുടെ താടങ്ക മഹിമയാണ് കാണിക്കുന്നത്. വിരാട രൂപ വർണ്ണനയുടെ ഭാഗമാണ്. അങ്ങനെ എടുത്താല് താടങ്ക യുഗളീഭൂത തപനോടുപ മണ്ഡലാന്ന് എടുക്കണം. അപ്പൊ സൂര്യചന്ദ്ര മണ്ഡലമാകുന്ന കനക തോടകൾ എന്ന് നമുക്ക് പറയാം. ലീലാ വിഗ്രഹധാരിണി, ഇപ്പൊ ലീലയായിട്ട് വിഗ്രഹങ്ങളെ ധരിക്കുന്നവൾ. പല രൂപത്തില് ആ ഒരു ദേവകാര്യാർത്ഥമായും ഭക്ത അനുഗ്രഹത്തിനും വേണ്ടി ദേവി പല ഘട്ടങ്ങളിൽ അവതരിച്ചിട്ടുള്ളതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിസൗന്ദര്യമായിട്ടും അതിരൗദ്രമായിട്ടും ഭിന്ന ഭാവങ്ങളിലുള്ള അവതാരങ്ങളിൽ ദേവി ലീലയായിട്ട് പല രൂപങ്ങൾ ധരിക്കുന്നു എന്ന് വ്യാഖ്യാനം. ഇപ്പൊ രൂപരഹിതമായ ലോകമാതാവ് ത്രിമൂർത്തികളായും ദേവന്മാര്, അസുരൻ, മനുഷ്യർ, കോടിക്കണക്കിന് വിവിധ ജീവികള്, സൂര്യചന്ദ്രാദികളായിരിക്കുന്ന ബഹുകോടി ഗോളങ്ങള്, വായു, അഗ്നി, പ്രകാശം, അന്ധകാരം എന്നിങ്ങനെ പറഞ്ഞൊടുക്കാൻ പറ്റാത്തതായിട്ടുള്ള വൈവിധ്യമുള്ള രൂപങ്ങളെ ലീലയായിട്ട് അനായാസമായിട്ട് സ്വീകരിച്ച് കളിക്കുന്നു. അജ എന്ന് പറഞ്ഞാല് അടുത്ത നാമങ്ങൾ തുടങ്ങുന്നത് അജ എന്നുള്ള നാമത്തിലാണ്. അജ, ക്ഷയവിനിർമുക്ത, മുക്ത, ക്ഷിപ്രപ്രസാദിനി, അന്തർമുഖ സമാരാധ്യ, ബഹിർമുഖ സുദുർലഭ. അപ്പൊ അജ എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്തവൾ, ജ എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന, അജ എന്ന് പറഞ്ഞാൽ ജനിക്കാത്തത്. അപ്പൊ ക്ഷയവിനിർമുക്ത, നാശമോ കുറവോ ഇല്ലാത്തവൾ. ക്ഷയം എന്ന് പറഞ്ഞാൽ നാശം, വിശേഷമായിട്ട്, നീ എന്ന് പറഞ്ഞാൽ നിശേഷമായിട്ട്, മുക്ത സ്വതന്ത്രമായ, അപ്പുറം നിൽക്കുന്ന മുക്ത എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുന്ന സൗന്ദര്യമുള്ളവൾ. അപ്പൊ ഉള്ളിലെയും ശരീരത്തിലെയും ചലനങ്ങൾക്കെല്ലാം തന്നെ നിശ്ചലമാക്കുന്ന സൗന്ദര്യമുള്ളവൾ. ഈ അനുഭവം ആർക്ക? യോഗികൾക്കുണ്ടാകുന്നതാണ് അല്ലേ. ക്ഷിപ്രപ്രസാദിനി, വേഗം പ്രസാദിക്കുന്നവൾ അല്ലെ. ഉപാസന കൊണ്ട് പെട്ടെന്ന് തന്നെ അനുഭവങ്ങൾ തരുന്നവൾ. അന്തർമുഖ സമാരാധ്യ, അന്തർമുഖരാല് ആദരിക്കപ്പെടുന്നവൾ. അന്തർമുഖർ എന്ന് പറഞ്ഞാല് ബാഹ്യപ്രപഞ്ചത്തിലേക്ക് തുറന്ന ഇന്ദ്രിയങ്ങളെ സാവധാനം നിയന്ത്രിച്ച് ഉള്ളിലേക്ക് തിരിക്കുന്ന സാധകന്മാര്. ബഹിർമുഖ സുദുർലഭ, ബഹിർമുഖന്മാർക്ക് ലഭിക്കാൻ പ്രയാസമുള്ളവൾ. ബഹിർമുഖർ എന്ന് പറഞ്ഞാല് ബാഹ്യപ്രപഞ്ചത്തിലേക്ക് തുറക്കുന്ന ഇന്ദ്രിയങ്ങളുള്ളവര്. അപ്പൊ ഭൗതിക കാര്യങ്ങളിൽ മാത്രം താല്പര്യമുള്ളവർ എന്നർത്ഥം. അപ്പൊ അജ എന്നുള്ള ജനനമില്ലാത്തവളാണെന്ന് നമ്മൾ കണ്ടു ഇല്ലേ. അനാദിയായവൾ. അജാം ഏകാം എന്ന് പറയണു ഇല്ലേ. എന്ന ജാതോ എന്ന ജനിഷ്യതേ. അപ്പൊ ജനനമുള്ളതിന് നാശമുണ്ട്. അപ്പൊ ജനനമില്ലാത്തതിന്, അതായത് ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മ മൃതസ്യജ എന്ന് ഭഗവത്ഗീത. ജനനമില്ലാത്തതിനും നാശവുമില്ല. അപ്പൊ ജനിക്കാത്തവൾ എന്ന് പറഞ്ഞാൽ എന്താ? നാശമില്ലാത്തവൾ എന്ന് ഗ്രഹിക്കണം. ക്ഷയ വിനിർമുക്ത, ക്ഷയത്തിൽ നിന്ന്, അതായത് വിനിർമുക്തയായിട്ടുള്ളവൾ. ഇവിടെ നാശത്തെയും മരണത്തെയാണ് ഇത് കുറിക്കുന്നത്. അപ്പൊ ക്ഷയേ ഗുഹ എന്ന് പറഞ്ഞാൽ വേറൊരു വ്യാഖ്യാനമുണ്ട്. അതായത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടത്, അതായത് അവര് ഗൃഹാദികളില് വിരക്തി വന്ന എന്താ പറയാ ക്ഷയം, അതായത് സംസാര ബന്ധത്തിലുള്ള ക്ഷയം മുമുക്ഷുക്കളുടെ ലക്ഷണമാണെന്ന് പറയാറുണ്ട്. അപ്പൊ വിഷയബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടി അവര് ആ ഒരു ഗൃഹത്യാഗം ചെയ്ത് സന്യാസം സ്വീകരിക്കണു. ഇപ്പൊ ത്രിപുര സുന്ദരിയായിരിക്കുന്ന ലളിതാംബികയുടെ ഉപാസകർക്ക് ആ ഒരു ഗുഹത്യാഗം വേണമെന്നില്ല. അവർക്ക് ആ ഒരു ഗൃഹജീവിതത്തോടൊപ്പം തന്നെ മോക്ഷപ്രാപ്തിയും കിട്ടും. ഇത് വളരെ ഒരു അനുഭവമാണില്ലേ. യത്രാസ്തി ഭോഗോ നച തത്ര മോക്ഷഃ, യത്രാസ്തി മോക്ഷോ നച തത്ര ഭോഗഃ. ശ്രീ സുന്ദരി സേവന തൽപരാണാം മോക്ഷശ്ച ഭോഗശ്ച കരസ്ഥയേവ. ഭോഗമുള്ളിടത്ത് മോക്ഷമില്ലെന്നും മോക്ഷമുള്ളിടത്ത് ഭോഗമില്ലെന്നാണ് സാമാന്യ ലോകത്തിന് പറയുന്നത് അല്ലേ.
എന്നാ ഈ ത്രിപുര സുന്ദരിയെ സേവിക്കുന്നവർക്ക് അല്ലെങ്കിൽ അമ്മയുടെ സേവയിൽ തൽപരായിട്ടിരിക്കുന്നവർക്ക് മോക്ഷവും ഭോഗവും കരസ്ഥം തന്നെയാണ്. വളരെ പ്രസിദ്ധമായിരിക്കുന്ന ശ്ലോകമാണിത്. മുഗ്ധ, മുഗ്ധ എന്ന് പറഞ്ഞാൽ സൗന്ദര്യവതിയായിട്ടിരിക്കുന്നവൾ അല്ലേ, ആ സുന്ദരമായിട്ടിരിക്കുന്നവൾ. രണ്ടർത്ഥമുണ്ട് ഇവിടെ. അപ്പൊ ആ ഒരു എന്താ പറയാ, ശരിക്കും പറഞ്ഞാല് അമുഗ്ധ എന്ന പദം പിരിച്ച് ആ ഒരു എന്താ പറയാ, മൂഢയല്ലാത്തവൾ എന്ന് വേണമെങ്കിലും പറയാം. അതായത് മോഹിച്ചവൾ എന്നും അർത്ഥം എടുക്കാം. അപ്പൊ കാമേശ്വരന്റെ സൗന്ദര്യത്തിൽ മോഹിച്ചവൾ എന്ന് തന്റെ സന്താനങ്ങളായിരിക്കുന്ന ജീവികളുടെ ആ ഒരു ബഹുവിധ ചര്യകളും ഭക്തി വിശ്വാസങ്ങളും കണ്ട് വാത്സല്യത്താൽ മുക്തിയായവൾ എന്നും അർത്ഥം എടുക്കാം. ക്ഷിപ്രപ്രസാദിനി, ഇപ്പൊ വേഗത്തിൽ പ്രസാദിക്കുന്നവളാണ് ദേവി എന്ന് നമ്മൾ കണ്ടു. ഒന്നാമത്തെ നാമമായിരിക്കുന്ന ശ്രീമാത എന്നത് കൊണ്ട് തന്നെ ദേവിയുടെ ക്ഷിപ്രപ്രസാദശീലം വ്യക്തമാകുന്നുണ്ടല്ലേ. അമ്മയും കുഞ്ഞും എന്ന ബന്ധം ജഗദമ്പയും ഉപാസകനും തമ്മിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ശിശുവിന്റെ നേർക്ക് വാത്സല്യ മിശ്രമായിരിക്കുന്ന ഒരു കാരുണ്യമുള്ള അമ്മയെ പോലെ ദേവി ഉപാസകനെ രക്ഷിച്ചുകൊള്ളും, ഉറപ്പാണ്. അമ്മ എന്ന് വിളിച്ചാൽ മതിയല്ലേ. ഉപാസനാ ക്രമങ്ങളിലോ ദീർഘമായ തപസ്യയോ ധനം വാരിക്കോരി ചെലവഴിച്ചുള്ള ആരാധനാ രീതിയോ ഒന്നും വേണമെന്നില്ല. കുഞ്ഞ് കരയുമ്പോൾ കുറെ കരയട്ടെ എന്ന് ഒരിക്കലും അമ്മ കരുതാറില്ല അല്ലേ. ഓടിച്ചെന്ന് വാരിയെടുക്കും. അതുപോലെ ഉപാസകൻ കുറെ കഷ്ടപ്പെടട്ടെ എന്നല്ല ഒരു ലോകമാതാവും കരുതാറില്ല. സ്മരിക്കുന്ന നിമിഷത്തിൽ പ്രസാദിക്കും. അതുകൊണ്ടാണ് എന്താ പറയാ, ക്ഷിപ്രപ്രസാദിനി. ഭവാനിത്വം ദാസേമയി വിതര ദൃഷ്ടിയും സ കരുണ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇത് തന്നെ ശരിക്കും പറഞ്ഞാല് ഈ ഒരൊറ്റ സെന്റൻസ്, ഭവാനി ത്വം ദാസേമയി വിതര ദൃഷ്ടിയും സ കരുണ മിതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വം ഇതി യ തദൈവ ത്വം തസ്മൈ ദിശസി നിജ സായുജ്യ പദവിയും മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുട മകുട നീരാജിത പദാം. സൗന്ദര്യലോക ഈ ശ്ലോകത്തിൽ ആദ്യത്തെ ഒരു വരി മാത്രം പറഞ്ഞാൽ മതി. അല്ലയോ ഭവാനി, അവിടുന്ന് ദാസനായി എന്നില് സകരുണമായിരിക്കുന്ന ദൃഷ്ടിയെ പതിപ്പിക്കണേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഉപാസകൻ ഭവാനി ത്വം എന്ന് പറഞ്ഞപ്പോ തന്നെ, അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ മുകുന്ദ ആ ഒരു ബ്രഹ്മേന്ദ്ര സ്ഫുട മകുട നീരാജിത പദമായിരിക്കുന്ന സായുജ്യ പദവി ദേവി പ്രദാനം ചെയ്ത് കഴിഞ്ഞു അല്ലെ. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ അത്ര പെട്ടെന്ന് പ്രസാദിക്കുന്നവളാണ് ദേവി. പക്ഷെ എന്താണ്? അന്തർമുഖ സമാരാധ്യ, അന്തർമുഖമായിട്ട് ആരാധിക്കപ്പെടേണ്ടവളാണ്. അന്തർമുഖന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ. അന്തർമുഖ ശബ്ദത്തിന് ഉള്ളിലേക്ക് തിരിച്ച മുഖം എന്ന പദാർത്ഥം ഉണ്ടെങ്കിലും ഉള്ളില് ആത്മരൂപമായിട്ട് സ്ഥിതി ചെയ്യുന്ന പരമ ചൈതന്യത്തിന്റെ നേർക്ക് മുഖം തിരിക്കുന്ന സ്ഥിതിയെ കുറിക്കണം. ഇപ്പൊ തന്നെ അറിയുകയാണ് അന്തർമുഖത്വം അല്ലെ. താൻ ദേവി തന്നെയാണെന്നും തന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ജീവനും തന്റെ ശരീര ഘടകങ്ങളായിരിക്കുന്ന പഞ്ചഭൂതങ്ങളും പഞ്ചഭൂതമായിരിക്കുന്ന ശരീരത്തിലുള്ള ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും കൂടെ താൻ ചെയ്യുന്ന പ്രവൃത്തികളും അനുഭവിക്കുന്ന സുഖ ദുഃഖങ്ങളും ദേവീമയമാണെന്നുള്ള അറിവ്, അതാണ് അന്തർമുഖതയുടെ ഫലമായിട്ടുണ്ടാകുന്നത്. അത് ഉണ്ടായാല് തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ലോകമാതാവിനെ ബാഹ്യക്രിയകൾ കൊണ്ടും പൂജിക്കേണ്ട ആവശ്യമില്ലാതെയാകും. അങ്ങനെ അന്തർമുഖമായിട്ട് ആരാധിക്കപ്പെടേണ്ടവളാണ് ദേവി. അന്തർമുഖന്മാരാലായിട്ട് പൂജിക്കപ്പെടുന്നവൾ എന്ന അർത്ഥമുണ്ട് അല്ലെ. ശ്രീരാമകൃഷ്ണ പരമഹംസർ 6 മാസം മാത്രമേ കാളിക്ക് ബാഹ്യപൂജ ചെയ്തുള്ളൂ എന്നാ പറയുന്നത്. ഉടനെ തന്നെ ആ ഭഗവാൻ എന്താ ദേവിക്ക് കൊണ്ടുവച്ച പൂക്കള് നൈവേദ്യം എല്ലാം സ്വയം കഴിക്കാനും സ്വയം പൂവ് തലേ ഇടാനും ചന്ദനം പൂശാനും തുടങ്ങി. അപ്പൊ തന്നെ അമ്മയെ അദ്ദേഹം ഉള്ളില് സാക്ഷാത്കരിച്ചു എന്നർത്ഥം. അപ്പൊ പിണ്ടാണ്ടസ്ഥമായിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ ദേവി തന്നെയാണെന്ന് അറിഞ്ഞ് അതിനെ ഉണർത്തണം. ആ ശക്തി ആധാര ചക്രങ്ങളെ ഭേദിച്ച് സഹസ്രാരത്തിൽ എത്തുമ്പോഴുണ്ടാകുന്ന അമൃതധാര ആ പരമാനന്ദ ലഹരിയിൽ മുഴുകുന്ന ഉപാസന രീതിയാൽ ആരാധിക്കപ്പെടേണ്ടവളാണ് ദേവി. അത് സാധനയാക്കിയിട്ടുള്ള അന്തർമുഖരായിരിക്കുന്ന യോഗികളാല് ആരാധിക്കപ്പെടുന്നവൾ. ബഹുർമുഖ സുദുർലഭ, ബഹുമുഖന്മാർക്ക് ഏറ്റവും ദുർലഭയായിട്ടിരിക്കുന്നവൾ. അന്തർമുഖതയ്ക്ക് വിപരീതമായിട്ടുള്ള ഭാവമാണ് ബഹിർമുഖത അല്ലെ. ബഹിർമുഖത്വം എന്താണത്? വിഷയാസക്തമായിരിക്കുന്ന മനസ്സിനെയാണ് അത് കുറിക്കുന്നത്. ഇന്ദ്രിയ ചോദനങ്ങൾക്ക് വിധേയമായിട്ട് വിഷയസുഖങ്ങളിൽ ലയിക്കുന്ന മനസ്സ്, അവരാണ് ബഹുർമുഖന്മാര്. ഇപ്പൊ ബഹുർമുഖന്മാരായിരിക്കുന്ന ആരാധകര് അല്ലെ, ആരാധന കൊണ്ട് ഒന്നും തന്നെ ലഭിക്കാൻ പോകുന്നില്ല എന്ന് അതില് കൊടുക്കാൻ വിഷമമുള്ളവൾ
ബഹുർമുഖന്മാർക്ക് ദുർലഭയായിട്ടിരിക്കുന്നവൾ. അപ്പോ ദേവിയോട് എന്താണ്, അല്ലയോ ഭഗവതി, നിൻ തിരുവടി പരമശിവന്റെ അന്തഃപുര നായികയാണ്. അപ്പൊ നിൻ തിരുവടിയുടെ പാദപൂജ സമ്പ്രദായം തരളകരണന്മാർക്ക്, അതായത് ചഞ്ചല ചിത്തന്മാർക്ക് സുലഭമല്ല എന്ന് ശങ്കരാചാര്യ സ്വാമികള് സൗന്ദര്യലഹരി പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ കരണനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ബഹിർമുഖരെയാണ് പറയുന്നത്. ക്ഷിപ്രപ്രസാദിനിയാണെങ്കിലും ഏകാഗ്രമായ നിഷ്ഠയും അന്തർമുഖതയും ദേവി പ്രീതിക്ക് ആവശ്യമാണ്. അടുത്ത നാമങ്ങളെ ത്രയി, ത്രിവർഗ നിലയ, ത്രിസ്ത, ത്രിപുരമാലിനി, നിരാമയ, നിരാലംബ, സ്വാത്മാരാമ, സുധാശ്രുതി. ത്രയി, മൂന്നിന് ആധാരമായിട്ടിരിക്കുന്നവൾ. ത്രയം എന്ന് പറഞ്ഞാൽ 3 വിദ്യകൾ: ജ്ഞാനം, കർമ്മം, ഉപാസന. വേദങ്ങൾ 3 അടങ്ങുന്ന ആയതുകൊണ്ട് ത്രയി വിദ്യ. ത്രിവർഗ നിലയ, ത്രിവർഗത്തിൽ വസിക്കുന്നവൾ. ത്രിവർഗം എന്ന് പറഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം. ഇത് 3 ചേർന്നതാണ്. ത്രിസ്ത എന്ന് പറഞ്ഞാൽ ത്രിസ്ത, 3 ലോകങ്ങളിലും വസിക്കുന്നവൾ. ത്രീ എന്ന് പറഞ്ഞാൽ 3. വസ്ത എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നവൾ. ഭൂലോകം, ഭൂമി, ഭൂവർലോകം, ഭൂമിക്ക് താഴെയുള്ള ഗ്രഹ നക്ഷത്രാദികള്, സുവർലോകം, ഭൂമിക്ക് മുകളിലുള്ള ഗ്രഹ നക്ഷത്രാദികൾ. ഇങ്ങനെ 3 ലോകങ്ങൾ. ത്രിപുരമാലിനി, ശ്രീചക്രത്തിൽ അന്തർദശാരം എന്ന് പറയുന്ന 6ാമത്തെ ഭാഗത്തിന്റെ അധിഷ്ഠാന ശക്തിയായിട്ടുള്ളവൾ. ശ്രീചക്രം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഇത് പെട്ടെന്ന് മനസ്സിലാകും. നിരാമയ, നീര ആമയ, ദുഃഖങ്ങളെ ദൂരീകരിക്കുന്നവൾ. നീരെന്ന് പറഞ്ഞാൽ ഇല്ലാതെ ആക്കുന്ന, ആമയം ദുഃഖം. നിരാലംബ, ആലംബമില്ലാതെ നിലകൊള്ളുന്നവൾ. സ്വാത്മാരാമ, സ്വ ആത്മരാമ, തന്നിൽ തന്നെ രമിക്കുന്നവൾ. സുധാശ്രുതി, അമൃതം ഒഴുക്കുന്നവൾ. സുധ എന്ന് പറഞ്ഞാൽ അമൃതം. സാധനയുടെ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്ന അനുഭവമാണ് അമൃതിന്റെ ആസ്വാദനം. ശ്രുതി എന്ന് പറഞ്ഞാൽ ഒഴുക്കുന്നവൾ. അപ്പോ ത്രയി എന്നുള്ള വാക്ക് അല്ലെ, ത്രയി എന്ന് പറഞ്ഞാല് 3 നമ്മൾ കണ്ടു. അപ്പൊ അതായത് ഋഗ്വേദം, യജുർവേദം, സാമർവേദം, ഇങ്ങനെ 3 വേദങ്ങളുടെയും രൂപം പൂണ്ടവൾ. അപ്പൊ ഋഗ്വേദം അകാരം കൊണ്ടും, യജുർവേദം ഇകാരം കൊണ്ടും, സാമവേദം ആ ഒരു അകാരം കൊണ്ടും. യജുർവേദം ഇകാരം, സാമവേദം അകാരം കൊണ്ടും ആരംഭിക്കുന്ന ഈ അക്ഷരങ്ങളുടെ ചേർച്ച കൊണ്ട് വാഗ്ഭവകൂടത്തിന്റെ ബീജമന്ത്രോദ്ധാരം നടക്കുന്നു എന്ന് പറയണു. വാഗ്ഭവകൂടം ത്രയി എന്ന പദം കൊണ്ട് കുറിക്കപ്പെടുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പൊ വാഗ്ഭവകൂടത്തെ പറ്റി കൂടുതൽ ഗുരുമുഖത്ത് നിന്നറിയണം. ആ ഒരു സമാന ധർമ്മങ്ങളുള്ളവരും ആ ഒരു 3 ചേർന്ന് പറയുന്നത് എല്ലാറ്റിനും ത്രയി എന്ന് പറയാം. 3 ലോകങ്ങള്, 3 ഗുണങ്ങള്, 3 അവസ്ഥകള്, 3 കാലങ്ങൾ എന്നതുപോലെ എല്ലാം ദേവീമയമാണെന്ന് അർത്ഥം. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഭർത്താവും മക്കളുമുള്ള സ്ത്രീ എന്നും ത്രയി എന്നുള്ള പദത്തിന് അർത്ഥമുണ്ട്. ഒരിക്കലും നാശമില്ലാത്ത സദാശിവൻ ഭർത്താവും എല്ലാ ജീവികളും സന്താനങ്ങളുമായതുകൊണ്ട് ദേവിക്ക് ത്രയി എന്നുള്ള നാമം. ഇനി ബുദ്ധി, ധാരണ എന്നുള്ള അർത്ഥങ്ങൾ എടുക്കുക ഈ പദത്തിനുണ്ട്. അപ്പൊ എല്ലാ ഭൂതങ്ങളിലും ബുദ്ധിയും ധാരണയുമായിട്ട് വർത്തിക്കുന്നവൾ. ത്രിവർഗ നിലയ, ധർമ്മം, അർത്ഥം, കാമം എന്ന പുരുഷാർത്ഥങ്ങളിൽ നിലയമാക്കിയിട്ടുള്ളവൾ. ധർമാർത്ഥ കാമങ്ങള് ദേവിയിൽ നിഷ്ഠമായതുകൊണ്ട് ദേവി പ്രസാദം കൊണ്ട് ഈ പുരുഷാർത്ഥങ്ങൾ നേടാൻ കഴിയും എന്ന എന്താ പറയാ അർത്ഥമാണ് ഇതിനുള്ളത്. ഭൂതഭാവി വർത്തമാനങ്ങളെ ചേർത്ത് നമ്മൾ ത്രിവർഗം എന്ന് പറയാറുണ്ട്. അപ്പൊ അവയിൽ സ്ഥിതി ചെയ്യുന്നവൾ. പ്രണവത്തിന്റെ ഘടകങ്ങളായിരിക്കുന്ന ആ, ഊ, മാ എന്നീ വർണ്ണങ്ങളെ ത്രിവർഗങ്ങൾ എന്ന് പറയാറുണ്ട്. അതും നമുക്ക് അതിൽ നിലയമാക്കിയവൾ. ത്രിസ്ത, 3 സ്ഥിതി ചെയ്യുന്നവൾ. അപ്പൊ 3 ഗണിക്കേണ്ട എല്ലാം ദേവി സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ജ്ഞാനം, ജ്ഞാതാവ്, ജ്ഞേയം എന്നീ 3 ഭൂതം, ഭാവി, വർത്തമാനം, കാലത്രയം, അകാര, ഉകാര, മകാരങ്ങള്, വർണ്ണത്രയം, ത്രിമൂർത്തികള്, സത്വ, രജസ്, തമോ ഗുണങ്ങള്, ധർമാർത്ഥ കാമങ്ങളായിരിക്കുന്ന ത്രിവർഗം, സൂര്യ ചന്ദ്രാഗ്നികളായിരിക്കുന്ന ജ്യോതിത്രയം, വൈദ്യ ശാസ്ത്ര പ്രസിദ്ധമായിരിക്കുന്ന വാത, പിത്ത, കഫങ്ങള്, പകല്, രാത്രി, സന്ധ്യ, ഇങ്ങനെ കാലവിഭാഗത്രയം, അങ്ങനെ ത്രിരൂപങ്ങളായിരിക്കുന്ന എല്ലാറ്റിലും അമ്മയാണ് സ്ഥിതി ചെയ്യുന്നവള്. ദേവിയുടെ പേര് ത്രയി. ത്രിപുരമാലിനി, ശ്രീചക്രത്തിന്റെ 6ാമത്തെ ആവരണമായിരിക്കുന്ന സർവരക്ഷാകര ചക്രത്തിന്റെ അധിഷ്ഠാന ദേവതയാണ് ത്രിപുരമാലിനി. ത്രിപുരമാലിനി രൂപത്തില് ജഗദംബിക തന്നെയാണ് സർവരക്ഷാകര ചക്രത്തില് സ്ഥിതി ചെയ്യുന്നത്. നിരാമയ, നിർഗതമായ ആമയത്തോടു കൂടിയവൾ. ആമയം എന്ന് പറഞ്ഞാല് രോഗം, ദുഃഖം ഇല്ലാത്തവൾ. ഇതിന്റെ തന്റെ ഉപാസകർക്ക്
എന്താ നിരാമയമായിട്ട് ഇരിക്കുന്നവൾ ഇല്ലേ, എല്ലാം ദുഃഖങ്ങളെ മാറ്റിക്കൊടുക്കുന്നവൾ, നിരാലംബ, ആലംബമില്ലാത്തവൾ, എല്ലാത്തിനും ആശ്രയം ജഗദംബിയായിട്ടിരിക്കുന്ന ലളിതാദേവിയാണ്. അങ്ങനെയുള്ള ദേവിക്ക് ആലംബമായിട്ട് മറ്റൊന്നുമില്ല, അതുകൊണ്ട് നിരാലംബ. സ്വാത്മാരാമ, സ്വാത്മാവിൽ തന്നെ ആരാമത്തോടു കൂടിയവൾ, തന്നിൽ തന്നെ രമിക്കുന്ന ഏകമായിരിക്കുന്ന പരമചൈതന്യം, സ്വയം രണ്ടായിട്ട് പിരിഞ്ഞ് ശിവനും ശക്തി രൂപത്തിൽ രമിക്കുന്നതില് പതി പത്നി ഭാവത്തിൽ വർത്തിക്കുന്ന ശിവനും ശക്തിയും അവരഭിന്നമാണ് അല്ലെ. ഒരേ ശക്തി തന്നെ പ്രപഞ്ച സൃഷ്ടിക്ക് ആ ഒരു സ്ഥിതി ലയ കാരകമായിരിക്കുന്ന ദ്വൈതഭാവം സ്വീകരിച്ച് ക്രീഡിക്കണു. ഇപ്പൊ സ്വാത്മരൂപമായിരിക്കുന്ന ജഗത്തിനും ബ്രഹ്മത്തിനും ആരാമമായിട്ടിരിക്കുന്ന, ആരാമം എന്ന പദത്തിന് ഇവിടെ ക്രീഡാവസ്ഥ, ക്രീഡാ സ്ഥാനമായിരിക്കുന്ന ഉദ്യാനം എന്നർത്ഥം. ഇപ്പൊ ബ്രഹ്മാവും ജഗത്തും ദേവിയുമാകുന്ന ആരാമത്തിൽ ക്രീഡിക്കുന്നതായിട്ട് ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമാണ്. രണ്ടും ദേവിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നക്ഷരം. ത്വമക്ഷരം പരം ദേവി യച്ച സർവം പ്രതിഷ്ഠിതം, അക്ഷരം ബ്രഹ്മ പരമം ജഗച്ചൈതത് ക്ഷരാത്മകം എന്നാണ് പറയാറുള്ളത്. കാരണം ഇത് മാർക്കണ്ഡേയ പുരാണത്തിൽ പറയുന്നതാണ്. ജഗത്തിന്റെ നിർമ്മാണ കാലത്തും സംഹാരകാലത്തും മറ്റൊന്നുമില്ലാത്ത സ്ഥിതിയിൽ നിന്ന് തന്നിൽ തന്നെ രമിക്കുന്നവൾ സുധാശ്രുതി. ഇപ്പൊ ആ ഒരു ജരാനരകളും രോഗങ്ങളും മൃത്യുവും ഒഴിവാക്കുന്ന ദിവ്യ ഔഷധമാണ് അമൃതം ഇല്ലേ. അപ്പൊ അതിന്റെ പ്രവാഹം എന്ന് ദേവിയെ അവതരിപ്പിക്കുകയാണ് ഇവിടെ. ആ സുധയുടെ, അതായത് അമൃതത്തിന്റെ, ശ്രുതി എന്ന് പറഞ്ഞ പ്രവാഹം. അങ്ങനെ സുധാസാരാഭി വർഷിണി എന്നൊരു നാമമുണ്ട് നമ്മൾ 106 അല്ലെ. അപ്പൊ ആ ഒരു പിണ്ടാണ്ടസ്ഥയായിരിക്കുന്ന കുണ്ടലിനി ശക്തി ആധാരചക്രങ്ങളെ ഭേദിച്ച് സഹസ്രാരത്ത് പത്മത്തിലെത്തുമ്പോ അമൃതധാര ഉണ്ടായി അല്ലെ. ഉപാസകൻ പരമാനന്ദത്തെ അനുഭവിക്കുന്നു. ആ സുധാപ്രവാഹം ദേവീ സ്വരൂപമായതുകൊണ്ട് സുധാശ്രുതി എന്ന നാമം. സുധാശ്രുതി ആര് നിമിത്തം ഉണ്ടാകുന്നുവോ അവൾ. അടുത്ത നാമങ്ങള് സംസാരഭംഗ നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്തൃ യജമാന സ്വരൂപിണി. സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത, സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത, സംസാര ചെളിയില് പൂണ്ട് കിടക്കുന്നവരെ ഉയർത്തുന്നതിൽ പ്രവീണയായിട്ടിരിക്കുന്നവൾ. സംസാരം ജനനമരണ ചക്രം, പങ്കം ചെളി അല്ലെങ്കിൽ മാലിന്യം, നിമഗ്നം എന്ന് പറഞ്ഞാൽ മഗ്നമായ പൂണ്ട, സമുദ്ധരണം എന്ന് പറഞ്ഞാൽ ഉദ്ധരിക്കൽ ഉയർത്തൽ, പണ്ഡിത പാണ്ഡിത്യമുള്ള അറിവും കഴിവുമുള്ള. യജ്ഞപ്രിയ യജ്ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവൾ. യജ്ഞം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ അനുകരണം, സൃഷ്ടിയെ പോഷിപ്പിക്കല്, നിലനിർത്തല് എന്നീ ക്രിയകള്. ഇത് 3 തരമുണ്ട്. പഞ്ചമഹായജ്ഞങ്ങള് ഗൃഹസ്ഥർ അനുഷ്ഠിക്കേണ്ടതാണ്. ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ അറിവ്, ഈശ്വരൻ എന്നിവയുടെ സമർത്ഥമാകുന്ന കർമ്മങ്ങളാണ്. 2 ദേവയജ്ഞം, ജപം, പൂജ, ആരാധന ഇത്യാദികള്. 3 നൃയജ്ഞം, മനുഷ്യയജ്ഞം അല്ലെങ്കിൽ അതിഥി യജ്ഞം. ഇപ്പൊ മാനവക്ഷേമ പ്രവർത്തനങ്ങള്. 4 പിതൃയജ്ഞം, മാതാപിത ഗുരുക്കന്മാരുടെ സേവയും സൽസന്താന ലബ്ധിയും. 5 ഭൂതയജ്ഞം, ബലി, വൈശ്വദേവയജ്ഞം, ജീവജാലങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങള്. 2 ഗൃഹ്യം, അതായത് ഗൃഹത്തിൽ വെച്ച് ചെയ്യുന്ന അഗ്നിഹോത്രം തുടങ്ങിയത്. ഉദാഹരണം ഗണപതി ഹോമം, ഭഗവതി സേവയൊക്കെ. ശ്രൗതം, പൊതുക്ഷേമത്തിനായിട്ട് നിർവഹിക്കുന്ന മഹായജ്ഞങ്ങള്, അതിരാത്രം തുടങ്ങിയത്. ഇവയെല്ലാം തന്നെ സൃഷ്ടിയെ നിലനിർത്താനും പോഷിപ്പിക്കാനും സഹായിക്കുന്നു. യജ്ഞകർത്തൃ, യജ്ഞത്തെ ചെയ്യിക്കുന്നവളാണ് ദേവി. യജ്ഞത്തിൽ നടക്കുന്ന സൂക്ഷ്മ ക്രിയകൾക്ക് ആധാരമായിട്ടിരിക്കുന്നവൾ. ഉദാഹരണത്തിന് മന്ത്രോച്ചാരണം കൊണ്ടുണ്ടാകുന്ന പ്രാണോർജം, അതിന്റെ പ്രസരണം, അഗ്നിയിലെ പദാർത്ഥങ്ങൾ വിഘടിച്ചുണ്ടാകുന്ന പ്രകൃതി ശാക്തീകരണം തുടങ്ങിയ എല്ലാം സൂക്ഷ്മ പ്രക്രിയകളിൽ വരുന്നതാണ്. യജമാന സ്വരൂപിണി, അപ്പൊ യജമാനന്റെ സ്വരൂപം ആർന്നവൾ. യജമാനന്റെ എന്ന് പറഞ്ഞാൽ എന്താ? യജ്ഞത്തിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ ആചാര്യൻ അല്ലെങ്കിൽ നിർവാഹകൻ. യജ്ഞം സൃഷ്ടിയാണില്ലേ, അപ്പൊ അതിന്റെ പരമാധ്യക്ഷയാണ് ദേവി. സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത, നമ്മൾ കണ്ടു. സംസാരമാകുന്ന പങ്കത്തിൽ നിന്ന് ചെളിയിൽ നിർമ്മഗ്നരായിട്ട് മുങ്ങിക്കിടക്കുന്നവരെ സമുദ്ധരിക്കുന്നതില്, കരകയറ്റുന്നതില് പണ്ഡിതയായിട്ടുള്ളവൾ. ആരാണോ എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിച്ച് പരമപ്രാപ്തിയെ, പരമലക്ഷ്യമായിട്ട് മറ്റൊന്നില്ലാതെ മനസ്സ് പോകാതെ എന്നെ തന്നെ ധ്യാനിച്ച് ഉപാസിക്കുന്നത്, അവരെ ഞാൻ ജനന മരണ രൂപമായ
ആയിരിക്കുന്ന സംസാര സാഗരത്തിൽ നിന്ന് വളരെ വേഗം സമുദ്ധരിക്കുമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഇല്ലേ? അപ്പോ ആ ഒരു സംസാര പങ്കത്തിൽ നിന്ന് അകപ്പെട്ട് ദുഃഖിക്കുന്ന ജീവിക്ക് ദേവി സ്മരണം കൊണ്ട് തന്നെ അതിൽ നിന്ന് മോചനം ലഭിക്കും. അപ്പോ എന്താ പറയാ, ആ ഒരു യജ്ഞപ്രിയ, യജ്ഞങ്ങളിൽ പ്രിയമുള്ളവളാണ് ദേവി. യജ്ഞോ വൈ വിഷ്ണു എന്നാണ് ശ്രുതി പറയുന്നത്. വിഷ്ണുവിൽ പ്രിയമുള്ളവളാണ് ദേവി. വിഷ്ണുവിന്റെ സഹോദരിയായിട്ടും പറയുന്നുണ്ട്. യജ്ഞം നമ്മൾ 5 പ്രകാരമുള്ള യജ്ഞങ്ങൾ കണ്ടു. അപ്പൊ യജ്ഞ ശബ്ദത്തിന് അഗ്നി എന്നും അർത്ഥമുണ്ട്. യജ്ഞകർത്തൃ, യജ്ഞങ്ങൾ ചെയ്യിക്കുന്നവൾ, യജമാന സ്വരൂപിണിയാണ് ദേവി. യാഗം നടത്തിക്കുന്ന ആളാണ് യജമാനൻ എന്ന് നമ്മൾ കണ്ടു ഇല്ലേ? അപ്പൊ എല്ലാ യജ്ഞങ്ങളും ദേവീ ഹിതമനുസരിച്ച് നടക്കുന്നവയായതുകൊണ്ട് യജമാന രൂപത്തിൽ എല്ലാ യജ്ഞങ്ങൾക്കും കാരണഭൂതയാകുന്നത് ദേവി തന്നെയാണ്. യജമാനന്റെ പത്നി എന്നും വ്യാഖ്യാനിക്കാം. യജ്ഞം നടത്തുമ്പോൾ യജമാനനോടൊപ്പം യജമാന പത്നിയും യജ്ഞദീക്ഷയിൽ പങ്കെടുക്കണം എന്നാണ് നിയമം. എല്ലാ യാഗാദി കർമ്മങ്ങൾക്കും യജമാനനായിട്ട് പരമശിവനെ കൽപ്പിച്ചാല് യജമാന പത്നിയായിരിക്കുന്ന ശ്രീദേവി അല്ലെ ദീക്ഷിത മൂർത്തിയായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോ അതായത് യജ്ഞ പത്നി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ, ശിവന് യജമാനൻ എന്ന പേര്. ധർമാധാര, അടുത്ത നാമങ്ങള് ധർമാധാര, ധനാധ്യക്ഷ, ധനധാന്യ വിവർധിനി, വിപ്രരൂപ, വിപ്രപ്രിയ, വിപ്രരൂപ, വിശ്വഭ്രമണകാരിണി. ധർമാധാര, ധർമ്മത്തിന് ആധാരമായിട്ടിരിക്കുന്നവൾ. ധർമ്മ ശബ്ദം കൊണ്ട് പുരുഷാർത്ഥങ്ങളില് ആദ്യത്തേതായിരിക്കുന്ന സദാചാര നിയമങ്ങളെ തന്നെയാണ് കുറിക്കുന്നത്. ഇപ്പൊ വേദങ്ങള്, ശ്രുതികള്, സ്മൃതികള്, ആചാര്യ വചനങ്ങള്, ദേശ പരമ്പരാ സിദ്ധമായിരിക്കുന്ന കീഴ് നടപ്പുകൾ എന്നിവയാണ് ആചാരങ്ങൾ ഇല്ലേ? ലൗകിക ധർമ്മത്തിന്റെ ആ ഒരു നിയാമകമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ പ്രപഞ്ചത്തിന്റെ ആ സുസ്ഥിതി ധർമ്മത്തെ ആശ്രയിച്ചായിരിക്കുന്നത്. അങ്ങനെയുള്ള ധർമ്മത്തിന് ആധാരം ദേവിയാണ്. അപ്പോ ഓരോ ദേശത്തും പാരമ്പര്യ ക്രമത്തില് ആചരിച്ചു പോരുന്നതും വേദവിരുദ്ധമല്ലാത്തതുമായിട്ട് നടപടികളാണ് ധർമ്മം. അപ്പൊ ഇതിന് എന്താ പറയാ, അങ്ങനെ വേണം. അപ്പൊ ധർമാധാര, ധർമ്മത്തെ ധരിക്കുന്നവൾ. ധനാധ്യക്ഷ, ധനത്തിന് അധ്യക്ഷയായിട്ടുള്ളത്, സ്വാമിനിയായിട്ടിരിക്കുന്നവൾ, ഐശ്വര്യ ദേവത. അപ്പൊ ധനത്തിന് അധിപതിയായിരിക്കുന്ന കുബേരന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും പറയാം. ധനധാന്യ വിവർധിനി, ധനത്തെയും ധാന്യത്തെയും വിശേഷണ വർദ്ധിപ്പിക്കുന്നവളാണ്. സമ്പത്കാരിണി, വിപ്രപ്രിയ, വിപ്രപ്രിയ എന്ന് പറഞ്ഞാല് വിപ്രരിൽ പ്രിയമുള്ളവൾ, വിപ്രർക്ക് ഇഷ്ടപ്പെട്ടവൾ എന്നർത്ഥം ഇല്ലേ? അപ്പൊ ആ ഒരു ബ്രഹ്മവൈവർത്തം പ്രകാരം ജന്മം കൊണ്ട് ബ്രാഹ്മണത്വവും സംസ്കാരം, അതായത് പൂണൂലിടുക തുടങ്ങിയവ കൊണ്ട് ദ്വിജത്വവും വിദ്യ കൊണ്ട് വിപ്രത്വവും സിദ്ധിക്കുന്നു എന്നാണ്. അപ്പൊ പ്രകൃതത്തില് വിദ്യാവാന്മാരായിരിക്കുന്ന ജ്ഞാനികളെയാണ് ഇത് കുറിക്കുന്നത്. അപ്പോ ധർമാധാര, ധനാധ്യക്ഷ, ധനധാന്യ വിവർത്തിനി, വിപ്രപ്രിയ, വിപ്രപ്രിയ, വിപ്രരൂപ, വിശ്വഭ്രമണകാരിണി എന്നുള്ള നാമങ്ങളില് എല്ലാം തന്നെ വിശ്വത്തെ കുറിച്ചാ പറയുന്നത് ഇല്ലേ? അപ്പോ ആ ഒരു വിപ്രന്റെ രൂപത്തിൽ, വിപ്രന്മാരുടെ രൂപത്തിൽ ഇരിക്കുന്നവളെന്നും അർത്ഥമെടുക്കാം. ദേവി ഉപാസകനായ വിപ്രൻ ഉണ്ടാകുന്ന കുറവുകൾ പൂർത്തീകരിച്ച് അയാളെ സംരക്ഷിക്കുന്നവൾ. വിശ്വഭ്രമണകാരിണി, അപ്പൊ വിശ്വഭ്രമണത്തിന്റെ കാരണമായിട്ട് വിശ്വത്തെ ഭ്രമിപ്പിക്കുന്നവൾ. ഇവിടെ വിശ്വശബ്ദം ബ്രഹ്മാണ്ടങ്ങളെ കുറിക്കുന്നതാണ്. അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകുകയും കുറെ കാലം നിലനിൽക്കുകയും പിന്നെ നശിക്കുകയും ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പോ സൃഷ്ടിസ്ഥിതി ലയങ്ങളുടെ അനുസ്യൂതമായിരിക്കുന്ന ആവർത്തനങ്ങളെയാണ് ഭ്രമണ ശബ്ദം സൂചിപ്പിക്കുന്നത്. ഇപ്പൊ കറങ്ങുന്ന യന്ത്രത്തിൽ ഘടിപ്പിച്ച വസ്തുക്കൾ യന്ത്രത്തിനൊപ്പം കറങ്ങുന്ന പോലെ സർവ പ്രാണികളെയും ഭ്രമിപ്പിക്കുന്നതായിട്ട് അല്ലെ, ചുറ്റി തിരിയുന്നതായിട്ട് ഈശ്വരൻ സർവ പ്രാണികളുടെയും ഹൃദയ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു അല്ലേ? അപ്പൊ ആ ഒരു എന്താ പറയാ, ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലേ, ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി. അപ്പൊ ആ ഒരു ദേവനിഷ്ഠവും ശക്തി ഒരു ഭ്രാമികയുമാണെന്നുള്ള നാമം ഇല്ലേ? വിശ്വശബ്ദം എന്ന് പറഞ്ഞാല് വിഷ്ണുവിനെ കുറിക്കാൻ ഉപയോഗിച്ചാണ് വിശ്വം. അപ്പൊ വിശ്വം വിഷ്ണു വഷട്കാര എന്ന് വിഷ്ണു സഹസ്രനാമം തുടങ്ങുന്നുണ്ട്. അപ്പൊ വിഷ്ണുവിനെ ഭ്രമിപ്പിക്കുന്നവളെന്നും അർത്ഥം എടുക്കാം. കാളികാ പുരാണത്തിൽ വിസ്തരിച്ചിട്ടുള്ള ഒരു കഥയാണ് ഈ നാമം സൂചിപ്പിക്കുന്നതെന്ന് പറയാറുണ്ട്. ഒരിക്കല് ഗരുഡാരൂഢനായിരിക്കുന്ന വിഷ്ണു
ആകാശമാർഗേന സഞ്ചരിക്കുമ്പോൾ കാമരൂപ പ്രദേശത്ത് നീലാചലവാസിനിയായിട്ടും കാമാഖിയായിട്ടുമായ ദേവി ക്ഷേത്രത്തിന് സമീപത്തോടുകൂടി കടന്നുപോയി. അപ്പൊ ദേവിയെ ആദരിക്കാതെ കടന്നുപോയ വിഷ്ണു ദേവിയുടെ കോപത്താൽ സമുദ്രത്തിൽ പതിച്ചു. സമുദ്രത്തിന്റെ ചുഴിയിൽ നിന്ന് രക്ഷപ്പെടാനാകാതെ ചുഴിയുടെ ആ ഒരു ചുറ്റലിനൊത്ത് ആ ഒരു ഭ്രമണം ചെയ്തുകൊണ്ടിരുന്നു. സമുദ്രത്തില് ആ ഒരു ചരാചര ഗുരുവായിരിക്കുന്ന ഭഗവാന് കിടക്കേണ്ടി വന്നു. അപ്പൊ നാരദനിൽ നിന്ന് ഈ വിവരം അറിഞ്ഞ ലക്ഷ്മി ഭഗവതി കാമാഖിയായിരിക്കുന്ന ലോക ജനനിയെ പ്രസാദിപ്പിച്ച് വിഷ്ണുവിനെ ഭ്രമണത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് കഥ. അപ്പൊ ലക്ഷ്മി സഹിതനായിരിക്കുന്ന വിഷ്ണു ദേവിയെ വന്ദിച്ച് പ്രസാദിപ്പിച്ച് വൈകുണ്ഠത്തിലേക്ക് മടങ്ങി. ഈ കഥയെ വിഷ്ണുവിനുണ്ടായ ഭ്രമണത്തിന് കാരണക്കാരിയായിരിക്കുന്നവൾ വിശ്വ എന്ന് പറഞ്ഞാൽ വിഷ്ണു തന്നെയാണ് അല്ലെ, ഭ്രമണകാരിണി, വിശ്വഗ്രാസ. അടുത്ത നാമങ്ങള് വിശ്വഗ്രാസ, വിദ്രുമാഭ, വൈഷ്ണവി, വിഷ്ണുരൂപിണി, അയോനി, യോനി നിലയ, കൂടസ്ഥ, കുളരൂപിണി. നമുക്ക് എന്താ പറയാ, ഈ ഒരു വിശ്വഗ്രാസ മുതൽ കുളരൂപിണി വരെ നമുക്ക് കണ്ട് നിർത്താം. കാരണം 897 നാമമാണ്. 98, 99 വരെ, 900 അടുത്ത സത്സംഗത്തിൽ നമുക്ക് തുടരാം. അപ്പൊ ഈ നാമങ്ങളും കൂടെ നോക്കാം. വിശ്വഗ്രാസ, ഗ്രാസം എന്ന് പറഞ്ഞാൽ വിഴുങ്ങൽ, വിശ്വത്തെ വിഴുങ്ങൽ, ലയിപ്പിക്കുന്നവൾ എന്നർത്ഥം. വിദ്രുമാഭ, പവിഴത്തിന്റെ ശോഭയുള്ളവളായിട്ട് യോഗികൾക്ക് ദർശനം നൽകുന്നവൾ. വിദ്രുമം എന്ന് പറഞ്ഞാൽ പവിഴം, ആഭ എന്ന് പറഞ്ഞാൽ ശോഭ. വൈഷ്ണവി, വിഷ്ണുവിന്റെ ഭാവത്തോടു കൂടിയവൾ. പ്രസന്നത, മംഗളം, ശുഭാബ്ദി, തേജസ്, സാത്വികത, സൗമ്യത, ഇതൊക്കെയാണ് വിഷ്ണു ഭാവങ്ങള്. വിഷ്ണു രൂപിണി, വിഷ്ണുവിന്റെ രൂപമുള്ളവൾ. പരബ്രഹ്മത്തിന്റെ മധുര പ്രതീകമാണ് വിഷ്ണു രൂപം. അയോനി, ഉത്ഭവമില്ലാത്തവൾ. യോനി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി. യോനി നിലയ, എല്ലാ ഉൽപ്പത്തികൾക്കും അടിസ്ഥാനമായിട്ടിരിക്കുന്നവൾ. പ്രപഞ്ചത്തിനും ജീവജാലങ്ങൾക്കും നിലയായിട്ടിരിക്കുന്നവൾ. കൂടസ്ഥ, ഇരുമ്പ് കുറ്റുപോലെ ഉറച്ച സ്ഥിതിയുള്ളവൾ. കൂടം എന്ന് പറഞ്ഞാൽ ആലയിലെ ഇരുമ്പ് പണിക്കാരന്റെ പണിപ്പുരയിലെ ഇരുമ്പ് കുറ്റി. സ്ഥാ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നവൾ. പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദുവിന് കൂടം എന്നാ പറയുന്നത്. പ്രപഞ്ചത്തിന്റെ കേന്ദ്രമായിട്ടിരിക്കുന്നവൾ. കുളരൂപിണി, കൗളമാർഗത്തിലുള്ളവരെ അമ്മയെ പ്രത്യേക രൂപത്തിലാണ് ആരാധിക്കുന്നത് അല്ലെ, ആ രൂപമാണ് കുളരൂപം. അപ്പൊ കുളരൂപമാർന്നവൾ. വീരഗോഷ്ഠി പ്രിയ, ഇപ്പം ആ ഒരു വീരയുടെ സഭയെ ഇഷ്ടപ്പെടുന്നവൾ. വീരർ എന്ന് പറഞ്ഞാൽ തേജസ്വികള്, ജപസാധന കൊണ്ട് തേജസ് വർദ്ധിപ്പിച്ചവരാണ് വീരര്. ഗോഷ്ഠി എന്ന് പറഞ്ഞാൽ സഭാകൂട്ടം. വീര, ആഗ്നേയ തേജസ്സിന് ആധാരമായവൾ. വീരം എന്ന് പറഞ്ഞാൽ ആഗ്നേയ ശക്തി. 900 നാമം, അതായത് 900 ആയിട്ടുള്ള നാമം. നൈഷ്കർമ്മ്യ, കർമ്മബന്ധനമില്ലാത്തവൾ. നീ പ്ലസ് കർമ്മ്യ, സാധാരണ മനുഷ്യന് കർമ്മം ചെയ്താൽ ഫലമുണ്ട് അല്ലേ, എന്നാൽ കർമ്മമോ ഫലമോ ബാധിക്കാത്തവൾ നൈഷ്കർമ്മ്യ. ഇപ്പൊ വിശ്വഭ്രമണകാരിണിയായിരിക്കുന്ന ദേവി, അതായത് വിശ്വത്തിന്റെ ഭ്രമണത്തിന് കാരണമായിരിക്കുന്നവൾ, വിശ്വത്തെ ഭ്രമിപ്പിക്കുന്നവൾ. ഇവിടെ വിശ്വശബ്ദം ബ്രഹ്മാണ്ടങ്ങളെ കുറിക്കണമെന്ന് നമ്മൾ കണ്ടു ഇല്ലേ. അപ്പോ എന്താ പറയാ, വിശ്വഗ്രാസ, വിശ്വത്തെ ഗ്രസിച്ചവളാണ്. വിശ്വത്തെ, അതായത് ചരാചരങ്ങളെ ഗ്രസിക്കുന്നവൾ, വിഴുങ്ങുന്നവൾ, ചരാചരങ്ങളെ സംഹരിക്കുന്നവൾ ഇല്ലേ. ആ ഒരു യസ്യ ബ്രഹ്മച ക്ഷത്രം ച ഉഭേ ഭവത ഓദന എന്ന് കഠോപനിഷത്ത് പറയണു. ദേവിയിൽ നിന്ന് വിശ്വമുണ്ടാകുന്നു. ഉൽപ്പത്തി, സ്ഥിതി, സംഹാരം എന്ന 3 പ്രക്രിയകള്, സംഹാരത്തെയാണ് ഈ നാമം കുറിക്കുന്നത്. അപ്പോ വിദ്രുമാഭ, വിദ്രുമത്തിന്റെ, അതായത് പവിഴത്തിന്റെ ആഭ, കാന്തിയുള്ളവൾ. സ്ഥൂലരൂപ വർണ്ണയിലെ ദേവി ശരീരം എന്ന് പറഞ്ഞാൽ എന്താ, പാടല ദ്യുതി ആണ് അല്ലെ. വിദ്രുമാഭ. വിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ജ്ഞാനമാകുന്ന വൃക്ഷത്തിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും എടുക്കാം. വൈഷ്ണവി, വിഷ്ണു ശക്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പൊ ആ ഒരു ദേവി മഹാത്മ്യം പറയുന്നത് എന്താ, ശംഖചക്ര ഗദ ശാർങ്ക ഗൃഹീത പരമായുധേ പ്രസീത വൈഷ്ണവി രൂപേ നാരായണി നമോസ്തുതേ. അപ്പൊ ദേവി മഹാത്മ്യമാണ് അന്തർഗതമായിരിക്കുന്ന നാരായണി സ്തുതി അല്ലെ. ശംഖചക്ര ഗദാ ധത്തെ വിഷ്ണു മാതാ തഥാരിഹ, വിഷ്ണു രൂപ തഥാ ദേവി വൈഷ്ണവി തേന ഗീയതേ, ദേവി പുരാണം. അപ്പൊ വിഷ്ണു രൂപിണി, വിഷ്ണുവിന്റെ രൂപത്തോടു കൂടിയവളാണ് ദേവി. അത് മുൻനാമത്തോട് ചേർത്ത് നമ്മൾ വ്യാഖ്യാനിക്കുന്നതാണ് ഉചിതം. വിഷ്ണു രൂപം ധരിച്ചവളാണ് അമ്മ. അപ്പൊ വിഷ്ണുവിന്റെയും
വിഷ്ണുവും ദേവിയും തമ്മിൽ യാതൊരു ഭേദമില്ലാന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് അല്ലെ. അപ്പം മാമേവ പൗരുഷം രൂപം ഗോപിക ജനമോഹനം. ഇപ്പൊ ഗോപിക ജനമോഹനമായിരിക്കുന്ന എന്റെ പുരുഷ രൂപമാണ് വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് ദേവി തന്നെ അരുളി ചെയ്യുന്നതായിട്ട് ലളിതോപാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതേ കൃതിയിൽ തന്നെ വിഷ്ണു ഭഗവാൻ പറയുന്നുണ്ട് എന്താ, ആദ്യമായിരിക്കുന്ന മഹാശക്തി അതായത് മഹേശ ശക്തി 4 രൂപത്തില് ഭിന്നങ്ങളായിരിക്കുന്ന വിഗ്രഹങ്ങൾ സ്വീകരിക്കണു. ഭോഗത്തില് ഭവാനിയായിട്ടും യുദ്ധത്തില് ദുർഗയായിട്ടും കോപത്തില് കാളികയായിട്ടും പുരുഷ രൂപത്തില് വിഷ്ണുവായിട്ടും. ഇത് വളരെ ക്ലിയർ ആയിട്ട് ഹിമവാൻ ദേവിയെ സ്തുതിക്കുമ്പോൾ പറയുന്നുണ്ട് ഇല്ലേ. അപ്പോ എന്താ, ആദ്യാശക്തി മഹേശസ്യ ചതുർത്ഥ ഭിന്ന വിഗ്രഹ ഭോഗേ ഭവാനി രൂപേ സ ദുർഗാരൂപാജ സങ്കരേ കോപേജ കാളികാരൂപ പും രൂപ മതാത്മികേ. അപ്പൊ ഈ പും രൂപം എന്ന് പറഞ്ഞാൽ പുരുഷ രൂപത്തില് വിഷ്ണു തന്നെയാണ്. അപ്പൊ സഹസ്രമൂർധാവുള്ളതും അനന്തമായിരിക്കുന്ന ശക്തിയുള്ളതും സഹസ്ര ബാഹുവായിട്ടിരിക്കുന്നതും ആ ഒരു പുരുഷ രൂപത്തിലുള്ളതും പാലാഴിയിൽ ശയിക്കുന്നതുമായ നിന്റെ നാരായണാഖ്യമായിരിക്കുന്ന രൂപത്തെ അല്ലയോ ലളിതേ ഞാൻ പ്രണമിക്കുന്നു എന്ന് വർണ്ണിക്കുകയാണ്. അപ്പൊ എന്താ ഇതിലെ അർത്ഥം? ഈ വിഷ്ണുവും ദേവിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് ലളിതാ സഹസ്രനാമത്തിൽ ഏറ്റവും അമ്മയുമായിട്ട് അടുത്തിരിക്കുന്ന വാഗ്ദേവികൾ പറയുകയാണ്. അപ്പൊ നമുക്കിനി വിഷ്ണുവിനെയും ദേവിയും രണ്ടായിട്ട് കാണാൻ സാധ്യമല്ല. ശിവനും ദേവിയും ഒന്നാണെന്ന് പറഞ്ഞു, ഇപ്പൊ പറയണു ദേവിയും വിഷ്ണു ഒന്നാണെന്ന്. അപ്പൊ ഇതെല്ലാം ഒന്നിന്റെ തന്നെ പല നാമരൂപങ്ങൾ മാത്രം. പയോനി ഉത്ഭവസ്ഥാനമില്ലാത്തവൾ, ഉത്ഭവമില്ലാത്തവൾ, അനാദിയായിരിക്കുന്നവൾ. യോനി ശബ്ദത്തിന് സ്ഥാനം, പീഠം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ സ്ഥാനരഹിതയായിട്ടുള്ളവൾ, എവിടെ സ്ഥിതി ചെയ്യുന്നുവോ അവിടെ സ്ഥിതി ചെയ്യണു ഇല്ലേ, അത് പരിച്ഛേദിക്കാനാകാത്തവൾ എന്നും അർത്ഥം. അപ്പോ ആ ശബ്ദത്തിന് വിഷ്ണു എന്ന അർത്ഥമുണ്ട്. പക്ഷെ അതിലെ അയോനി എന്നുള്ള പദത്തിന് വിഷ്ണുവിന് ഉത്ഭവസ്ഥാനമായിരിക്കുന്നവൾ, വിഷ്ണുവിന് മാതാവായവൾ എന്നും വ്യാഖ്യാനമുണ്ട്. ഇപ്പൊ യോനി നിലയ, യോനിയായും ഉൽപ്പത്തി സ്ഥാനമായിട്ടും നിലയമായത് സ്ഥിതി ചെയ്യുന്ന സ്ഥാനമായിട്ടും ഉള്ളവൾ. അപ്പൊ സർവപ്രപഞ്ചവും ദേവിയിൽ നിന്ന് ഉൽപ്പത്തിയാകുന്നു, ദേവിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്ന് താല്പര്യം. അപ്പൊ ലോകോൽപത്തി ബ്രഹ്മാവിൽ നിന്ന് ആയതുകൊണ്ട് ബ്രഹ്മാവും പ്രജാപതികളും യോനി ശബ്ദം കൊണ്ട് ആ ഒരു ശുചിതമാകുന്നുവെന്നും ഈ ഒരു പക്ഷത്തില് പറയാം. അപ്പൊ ഈ പക്ഷത്തില് യോനി നിലയ എന്ന പദം പിരിക്കണം. ബ്രഹ്മാദികള് നിരന്തരം നിരതാം, അതായത് ആ ഒരു നിശ്ചയമായിട്ട് ലയിക്കുന്നവൾ, അതായത് ബ്രഹ്മാദികള് തീർച്ചയായിട്ട് ആരിൽ ലയിക്കുന്നുവോ അവൾ ബ്രഹ്മാദികൾക്കും ലയസ്ഥാനമായിരിക്കുന്നു. അപ്പൊ ശ്രീചക്രത്തിന്റെ കേന്ദ്ര ത്രികോണത്തെയാണ് യോനി ശബ്ദം കൊണ്ട് കുറിക്കുന്നത് ഇല്ലേ. ദേവിയെ അവിടെ ആ ഒരു യോനിമുദ്ര കൊണ്ടാണ് ദേവിയെ വന്ദിക്കുന്നത്. അതിനുള്ളില് ബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഇപ്പൊ മൂല ത്രികോണവും നടുക്കുള്ള ബിന്ദുവും. കൂടസ്ഥ, അപ്പൊ കൂടത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. കൂട ശബ്ദം എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തെ കുറിക്കുന്നു. ആ ഒരു കൂടമജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ, ആത്മാനന്ദത്തെ ആവരണം ചെയ്ത് ആ ഒരു ജീവിയെ പ്രാപഞ്ചിക ബന്ധത്തിൽ കൊടുക്കുന്ന മായാ പ്രവർത്തനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ. കൂടശബ്ദത്തിന് പർവ്വതത്തിന്റെ കൊടുമുടി എന്നും അതിനോട് രൂപസാമീപ്യമുള്ളതുകൊണ്ട് എന്താ പറയാ ഗോപുരം എന്നും അർത്ഥമുണ്ട്. അപ്പൊ കൊടുമുടിയും ഗോപുരവും പോലെ നിഷ്ക്രിയയായിട്ട് സ്ഥിതി ചെയ്യുന്നവളെന്നും പറയാം. അപ്പൊ കല്ലുടയ്ക്കാനും മറ്റും ഉപയോഗിക്കുന്ന ലോഹനിർമ്മിതമായ വലിയ ചുറ്റികയെ കുറിക്കാനും ഈ പദം ഉപയോഗിക്കുന്നുണ്ട്. ഈ പക്ഷത്തില് കൂടം പോലെ നിർവികാരയായിട്ടിരിക്കുന്നവൾ. കൂടം എന്നതിന് ആ ഒരു വിശ്വാസ സമൂഹം എന്നും അർത്ഥമുണ്ട്. അതിൽ അവയിൽ സ്ഥിതി ചെയ്യുന്നവൾ. 15-ാം അധ്യായം ഭഗവത്ഗീതയിൽ സർവ്വവ്യാപിയും മൂലപ്രകൃതിയുമായിട്ട് കൂടശബ്ദം ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് അതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കാം. അപ്പൊ വാഗ്ഭവ കൂടത്തിലും മധ്യകൂടത്തിലും ശക്തികൂടത്തിലും സ്ഥിതി ചെയ്യുന്നവൾ അല്ലെ. ആ ഒരു ശ്രീചക്ര അന്തർഗതമായിരിക്കുന്ന ത്രികോണത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് വ്യാഖ്യാനിച്ച് എടുക്കണം നമ്മൾ. ഇതില് ശ്രീചക്ര അന്തർഗതമായ ത്രികോണത്തിൽ സ്ഥിതി ചെയ്യുന്നുള്ള അർത്ഥം എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞ കൂടസ്ഥ എന്നുള്ള നാമത്തിന് ഏറ്റവും യോജ്യമായിരിക്കുന്നത്. അപ്പൊ കുലരൂപിണി, കുലം രൂപമായിട്ടിരിക്കുന്നവൾ. അപ്പൊ കുലം എന്ന് പറഞ്ഞാൽ എന്താ? കുലം എന്ന് പറഞ്ഞാല് എന്താ പറയാ വംശം, ബാഹ്യപൂജ, മൂലാധാര ചക്രം, കൗളം എന്ന് പ്രസിദ്ധമായിരിക്കുന്ന ആരാധനാ സമ്പ്രദായം എന്ന വിവിധ അർത്ഥങ്ങളുണ്ട്. ഇവയിലെല്ലാം തന്നെ രൂപമായിട്ടിരിക്കുന്നവൾ. അപ്പൊ ഈ അർത്ഥങ്ങളിൽ ഓരോന്നും നമ്മള്
ഒരുപാട് പ്രാവശ്യം വിവരിച്ചതാണ് ഇല്ലേ? അപ്പോ വീരഗോഷ്ഠിപ്രിയ, വീരന്മാരുടെ ഗോഷ്ഠി എന്ന് പറഞ്ഞാൽ സഭ, സല്ലാപം തുടങ്ങിയവ ഇഷ്ടപ്പെടുന്നവൾ. വീരശബ്ദം യുദ്ധത്തിനും മറ്റും സാമർഥ്യം ധൈര്യവുമുള്ള യോദ്ധാക്കളെയും ജ്ഞാനവീരന്മാരെയും കുറിക്കുന്നതാണ്. അപ്പൊ ജ്ഞാനവീരന്മാരായിരിക്കുന്ന പണ്ഡിതരുടെ സദസ്സുകളില് ദേവീ സാന്നിധ്യം ഉണ്ടാകുന്നത് എന്നുള്ളത് പ്രസിദ്ധമാണ് അല്ലെ? അപ്പൊ തന്നെ ഉപാസിക്കുന്ന ജ്ഞാനികളായിരിക്കുന്ന പണ്ഡിതന്മാര് എന്നും വീരശബ്ദത്തിന് അർത്ഥം നമുക്ക് എടുക്കാം. വീര, വീര്യമുള്ളവൾ, വീരയായിരിക്കുന്ന പതിയും പുത്രന്മാരും ഉള്ളവൾ എന്ന് വ്യാഖ്യാനം. അപ്പൊ പരമശിവൻ പതിയും സ്കന്ദ ഗണേശാദികൾ പുത്രരുമായതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാം. വീര എന്ന പദത്തിന് അമ്മ എന്ന് സാമാന്യമായിട്ടുള്ള അർത്ഥവും ഉണ്ട്. അപ്പൊ ഒന്നാം നാമത്തിൽ തൊട്ട് ഈ സ്തോത്രത്തില് ഈ അവസാന നാമം വരെ ഈ മാതൃഭാവത്തിന്റെ ആ ഒരു നൈരന്തര്യം ഈ നാമത്തിൽ നമുക്ക് കാണാം. നൈഷ്കർമ്മ്യ, 900 ആയിട്ടുള്ള നാമം നൈഷ്കർമ്മ്യ എന്നുള്ളതാണ്, കർമ്മങ്ങൾ ഇല്ലാത്ത അവസ്ഥ. നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാല് അതുള്ളവൾ, കർമ്മബന്ധങ്ങളില്ലാത്തവൾ. എല്ലാ കർമ്മങ്ങളിലും ദേവീ ചൈതന്യം പ്രേരകമായിട്ട് വ്യാപിച്ചിരിക്കുന്നെങ്കിലും കർമ്മം ലോകമാതാവിനെ ബാധിക്കുന്നില്ല. അപ്പൊ അനാദിയും നിർഗുണവും നാശമില്ലാത്തതുമായിട്ടുള്ള ആത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും അതിന് യാതൊരു കർമ്മവും ചെയ്യുന്നില്ല. കർമ്മഫലങ്ങൾ അതിനെ സ്പർശിക്കുന്നുമില്ല. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആകാശം എന്താണ്? അത്യന്തം സൂക്ഷ്മമായത് കാരണം മറ്റു വസ്തുക്കളാൽ അത് ബാധിക്കപ്പെടാത്തതുപോലെ സദാ സർവദേഹങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ആത്മാവും കർമ്മങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല. ഇത് ഭഗവത്ഗീതയാണ്. ആത്മസ്വരൂപിണിയായിരിക്കുന്ന ദേവി സകല ദേഹങ്ങളിലും, സർവദേഹങ്ങളിലും, എല്ലാ ജീവികളുടെയും മനുഷ്യരുടെയും എല്ലാത്തിലും കുടികൊള്ളുന്നുവെങ്കിലും കർമ്മബന്ധങ്ങളില്ലാത്തവളായിട്ട് വർത്തിക്കുന്നു. ഇപ്പൊ നൈഷ്കർമ്മ്യ ഇല്ലേ? നമ്മുടെ എല്ലാ കർമ്മങ്ങളും അല്ലെ നമുക്ക് ദേവി പാദങ്ങളിൽ സമർപ്പിച്ചാൽ എന്താ? ദേവി എന്ന് പറഞ്ഞ കർമ്മം ഇല്ലാത്തവളാണ്. നമ്മുടെ കർമ്മങ്ങളെല്ലാം അവിടെ ഇല്ലാതായിട്ട് തീരും. എല്ലാം ഭഗവതിയുടെ പാദത്തിൽ ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണി നമോസ്തുതേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ പാദപത്മങ്ങളെ സ്മരിച്ചുകൊണ്ട് ഈ നാമത്തിൽ നമുക്ക് ഇവിടെ നിർത്താം. ഭക്തിം ഭാഗ്യം യശജ്ഞാതിം വിദ്യാബുദ്ധിം ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.